നമ്മൾ വന്നിരിക്കുന്ന ഈ ഒരു ബിസിനസ്സിന് പല ആൾക്കാരും വാല്യൂ കൊടുക്കത്തില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖല നമ്മുടെ നാട്ടിലുള്ള നെഗറ്റീവാണ് എല്ലാ സ്ഥലത്തും കാണുന്നത്. ആ ഒരു നെഗറ്റീവ് കാരണമാണ് ഇന്ന് ഈ ഒരു ബിസിനസ്സിനെ കേൾക്കുന്ന സമയത്ത് ആൾക്കാർ ഉൾക്കൊള്ളാൻ മടി കാണിക്കുന്നത്. പക്ഷെ ഇതിൽ വിജയിക്കുന്ന ആൾക്കാരെ കാണാൻ സാധിക്കുന്നുണ്ടാവും. ഒരു 5% ആൾക്കാർ വിജയിക്കുന്നുണ്ടാവും. ബാക്കി 95% ആൾക്കാരും വന്ന് നോക്കിയിട്ട് എത്തി നോക്കി പോകുന്ന ആൾക്കാരാണ്. പരാജയപ്പെടുന്നതല്ല, ജോയിൻ ചെയ്യുന്നുണ്ടാവാം, ഒന്നും ചെയ്യാതെ കളഞ്ഞിട്ട് പോകുന്ന ആൾക്കാരെ. എന്തുകൊണ്ടാണ്? അവരിതിനെ ഇമ്പോർട്ടൻസ് ആയി കൊടുക്കാത്തതുകൊണ്ടാണ്. ഇതിന്റെ സിസ്റ്റം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇതിന്റെ സാധ്യതകൾ തിരിച്ചറിയാതെ കൊണ്ടാണ്. പിന്നീടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ ജോയിൻ ചെയ്യുന്ന വ്യക്തിക്ക് ഇതിനൊരു ഐഡിയ ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇതിൽ ആരെങ്കിലും പിടിച്ച് ജോയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ള ചിന്താഗതിയാണ് ഉണ്ടാവുക. അപ്പോൾ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കൊണ്ട് ആ ഒരു വ്യക്തിയിലൂടെ മാക്സിമം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ആവശ്യമില്ലാതെ അദ്ദേഹത്തിന്റെ പൈസ മുഴുവൻ പർച്ചേസ് ചെയ്ത് തീർക്കുന്ന ആ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന ആൾക്കാർ ഇത് എന്താണെന്ന് അറിയാതെ കുറേ സാധനം പർച്ചേസ് ചെയ്തിട്ട് അത് ഉപയോഗിക്കാനും പോലും അറിയാതെ സൂക്ഷിച്ചു വെക്കുന്നത് കണ്ടിട്ടുണ്ടാവും. പിന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകുന്ന ഒറ്റ ലക്ഷ്യം ഉണ്ടാകുന്ന ഈ ചെലവാക്കി വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്ന സാധനം കെട്ടിൻ്റെ അടിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ പോയതുകൊണ്ട് ആരെങ്കിലും രണ്ടുപേരെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് അതിലൂടെ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വെച്ചാൽ ആരെങ്കിലും രണ്ടുപേരെ ജോയിൻ ചെയ്യിപ്പിക്കും. അവർക്കും ഒന്നും കിട്ടത്തില്ല, ഇദ്ദേഹത്തിനും ഒന്നും കിട്ടത്തില്ല, രണ്ടുപേരും കളഞ്ഞിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല ബിസിനസ്സിലും അങ്ങനെ ഉണ്ടാവുന്നത്. ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ റിച്ച് ആയിരിക്കുന്ന ആൾക്കാർ ഈ മേഖലയിലാണ്. കാരണം അത്രക്കും സാധ്യതയുണ്ട് ഈ ബിസിനസ്സിന്. ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ലിവറേജ് ആണ്. നമ്മുടെ ഇപ്പം യൂസഫ് അലി സാർ, ലുലുവിന്റെ യൂസഫ് അലി സാറിനെ കാര്യം അടിച്ചൊക്കെ മനസ്സിലാക്കും. അദ്ദേഹത്തിന് ആദ്യത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ആക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മുന്നിൽ ഒരു ഗ്രോസറിയിൽ വർക്ക് ചെയ്ത വ്യക്തി, സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഡ്രീം വന്ന് ഇന്നിപ്പം 200ഓളം ഔട്ട്ലെറ്റുകളായിട്ട് പല പല രാജ്യങ്ങളായിട്ട് ഉള്ളത്. 70,000-ൽ കൂടുതൽ സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതലുണ്ടാവും സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒറ്റയ്ക്ക് വർക്ക് ചെയ്ത സമയത്ത് അദ്ദേഹം ചെയ്ത ആ 10 മണിക്കൂർ ഡ്യൂട്ടി ആയിരുന്നു അദ്ദേഹത്തിന്റെ ബിസിനസ് വരുമാനമെങ്കിൽ ഇന്ന് 70,000-ൽ കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ആ 70,000 ആൾക്കാരുടെ വർക്കിന്റെ ലിവറേജ് ആണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. അദ്ദേഹം ഇപ്പോൾ ഒന്നും ചെയ്യുന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ലിവറേജ് ബിസിനസ് ആണ് ഈ നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പോലും നമ്മൾ വർക്ക് സ്റ്റാർട്ടായി ആ ലെവലിലുള്ള ബിസിനസ്സാക്കി മാറ്റാൻ സാധിക്കും ഈ ഡയറക്ട് സെല്ലിംഗ് മേഖല. അപ്പോൾ ഈ ഒരു മേഖലയെ നമ്മൾ ആദ്യം തിരിച്ചറിയാൻ ശ്രമിക്കുക. ഇതിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ 100% വിജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരോട് റിക്വസ്റ്റ് ആണ്, നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അവസരത്തെ ആദ്യം വില കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ ഇമ്പോർട്ടൻസ് വന്ന് 10 കോർ സ്റ്റെപ്പാണ്. അത് നമ്മൾ കുറച്ച് ദിവസം ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട്. അതിൽ രണ്ടാമത്തെ ഭാഗം 13 എസെൻഷ്യൽ വരുന്നതിൽ 13ഓളം ഇമ്പോർട്ടൻസ് ആയ കാര്യം. അത് ഒന്നതിൻ്റെ പേരെല്ലാം ഞാൻ പറയാം. ഒന്ന് സെറ്റ് ദ പ്രയോറിറ്റി ആണ്, സെൻസ് ഓഫ് അർജൻസി ആണ്, മൂന്നാമത് നോ ഡിപ്പെൻഡൻസി ആണ്, 4 ഡ്രീം എക്സസൈസ്, ഡെവലപ്പ് ബിസിനസ് മെന്റാലിറ്റി, ക്രിയേറ്റ് എ മൊമെന്റം ആൻഡ് മെയിൻറ്റെയിൻ മൊമെന്റം, ഗോ ഗെറ്റർ, ഫോക്കസ് വർക്കിംഗ്, അനലൈസ് ദ ലാസ്റ്റ് മന്ത്, ട്രാൻസ്പെറൻറ്റ് ആൻഡ് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ, ഹെൽപ്പ് ഡൗൺലൈൻ ടു. ഈ മുന്നേ പറഞ്ഞ 12 ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി അവരെ ഡൗൺലൈൻസിനെ സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ 13 എസെൻഷ്യൽ ആയിട്ടുള്ള ഈ ഭാഗങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ഞാനിപ്പോൾ പറയാൻ പോകുന്ന 3 കാര്യം ചെയ്താൽ തന്നെ ബിസിനസ്സിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ 13 ഭാഗങ്ങൾ ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാൻ സാധിക്കും. ഓക്കെ, കുറച്ച് സ്ലൈഡേ ഉള്ളൂ, ഞാൻ അതിനനുസരിച്ച് പറഞ്ഞുതരാം. അതിൽ ഫസ്റ്റ് സെറ്റ് ദ പ്രയോറിറ്റിയാണ്. നിങ്ങളുടെ പ്രയോറിറ്റി സെറ്റ് ചെയ്യുക. ഈ ബിസിനസ്സിന് വേണ്ടുന്ന പ്രയോറിറ്റി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക. പല ആൾക്കാരും ഈ ബിസിനസ്സിൽ വരാറുണ്ട്. നിങ്ങൾ അപ്ലൈനായിരിക്കും നിങ്ങൾ നിർബന്ധിക്കുക ഇതിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ. പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ വീട്ടിലേക്ക് കുളിക്കുന്ന സോപ്പ് വാങ്ങിക്കണമെങ്കിൽ പോലും അപ്ലൈൻ വിളിച്ച് ഓർമ്മപ്പെടുത്തണം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൺസിസ്റ്റൻസി തീരാറായി,
ലാസ്റ്റ് ഡേറ്റ് ആണ് ഇന്ന്, ലാസ്റ്റ് ഡേറ്റ് ആണല്ലോ 14-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ആണ്. നിങ്ങൾ മറന്നുപോയതാണോ, വിട്ടുപോയതാണോ, കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു, 3 മാസം കംപ്ലീറ്റ് ആയതാണ്, ഈ മാസം ചെയ്യണ്ടേ എന്ന് അപ്ലൈന് വിളിച്ച് പറയുമ്പോഴേക്കും ചിലപ്പോൾ പൈസ അറേഞ്ച് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? എന്താണ് കൺസിസ്റ്റൻസി, അതിന്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നില്ല. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ സമയം കണ്ടെത്തുന്ന ആൾക്കാരാണ്. ഈ ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം നമ്മൾ അപ്ലൈൻ വിളിക്കാത്ത ഒരു കാര്യം ചെയ്യത്തുണ്ടാവില്ല സ്റ്റാർട്ടിങ് ടൈം. നിങ്ങൾ എത്രത്തോളം ഇതിന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടോ? ഇപ്പൊ ഞാൻ ഈ ബിസിനസ്സിൽ വന്നത് എന്തിനാണെന്നറിയാം. ഞാൻ 18 വർഷം ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലുപരി ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്തിട്ടുണ്ട്. ബോംബെയിൽ വർഷങ്ങളോളം ജോലി ചെയ്തിട്ടുണ്ട്. എവിടെയും വർക്ക് ചെയ്ത സമയത്ത് ഞാൻ എൻ്റെ ഹാർഡ് വർക്ക് മാക്സിമം കൊടുത്തിട്ടുണ്ട്. നല്ല ഹാർഡ് വർക്കും നല്ല സ്പീഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് സ്ലോ മോഷൻ ഇഷ്ടമല്ല. എനിക്ക് തുടങ്ങി കഴിഞ്ഞാൽ അപ്പം തന്നെ തീർക്കണം, ഭയങ്കര സ്പീഡാണ്. പക്ഷെ എവിടെയും ആ സ്പീഡിനോ അല്ല ഹാർഡ് വർക്കിനോ ഒരു വില കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ റെക്കഗ്നേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിനുള്ള ഒരു വരുമാനം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സ്വപ്നങ്ങളാണ്, ബിസിനസ് എൻ്റെ സ്വപ്നമാണായിരുന്നു. പക്ഷെ കയ്യിൽ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് പരാജയപ്പെടും. ചെറുപ്പം തൊട്ട് 10-ാം ക്ലാസ് തൊട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ്. പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെയും എനിക്കത് വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഏറ്റവും പരാജയപ്പെടാൻ കാരണം എൻ്റെ കഴിവില്ലായ്മയല്ല, ആ ബിസിനസ് വിജയിപ്പിക്കേണ്ടതായ ഫണ്ട് എൻ്റെ ഇല്ല, പൈസ ഇല്ലാത്തതിൻ്റെ മാത്രമാണ് പരാജയം. പക്ഷെ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് പൈസ വേണ്ട എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ പരാജയപ്പെട്ട കാര്യം ഇവിടെ വേണ്ട, പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ ബിസിനസ്സിൽ പരാജയപ്പെട്ടെങ്കിൽ അതിവിടെ വേണ്ടാതുകൊണ്ട് ഞാൻ ഇതിന് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്ന വ്യക്തി, നല്ല ജോലി, നല്ല ശമ്പളം, ഫാമിലിയോടൊപ്പം നിൽക്കുന്ന വ്യക്തി. നല്ല ശമ്പളം ഉണ്ടായിട്ട് പോലും 18 വർഷം ദുബായിൽ ജോലി ചെയ്തിട്ടും ഉണ്ടായത് പ്രാരാബ്ദം മാത്രം, കടങ്ങളാണ്. നിങ്ങളൊന്ന് ശരിക്കും ചിന്തിച്ചു നോക്കുക. ഈ കാണുന്ന പല ആൾക്കാരുടെ അവസ്ഥ ഇത് തന്നെയാണ്. വർഷങ്ങളോളം ജോലി ചെയ്താൽ പോലും കടങ്ങളില്ലാത്ത ആൾക്കാർ വളരെ അപൂർവമായിരിക്കും. ചെറുതായിട്ടെങ്കിലും ഒരു കടം ഉണ്ടാവും. വലിയ ആൾക്കാരും പറയും, സാറേ എനിക്ക് 5 ലക്ഷം രൂപ കടമുണ്ട്, ഒരു 10 ലക്ഷം രൂപ കടമുണ്ട്, ഒരു 30 ലക്ഷം രൂപ കടമുണ്ട്, 40 ലക്ഷം രൂപ കടമുണ്ട് പറയുന്ന ആൾക്കാരുണ്ട്. ഇതിൽ ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും കടം എന്ന് ഓപ്പണായി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കടമുള്ള വ്യക്തി ഞാനായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇതിൽ നിങ്ങൾ വിദ്യാഭ്യാസം നോക്കണമെങ്കിൽ ചിലപ്പോൾ ഏറ്റവും വിദ്യാഭ്യാസം കുറഞ്ഞ വ്യക്തി ഞാനായിരിക്കും. സൗന്ദര്യം നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ ആയിരിക്കും. എല്ലാം നോക്കുമ്പോൾ ഞാൻ തന്നെയായിരിക്കും. പക്ഷേ ഈ ബിസിനസ്സിൽ ഞാൻ കൊടുത്തിരുന്ന പ്രയോറിറ്റി എന്താണെന്ന് വെച്ചാൽ ജോലിയിലുണ്ടായ തിരിച്ചറിവും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്തതിലുണ്ടായ പരാജയവും ഞാൻ ഈ ബിസിനസ്സിനെ ശരിക്കും തിരിച്ചറിഞ്ഞിട്ട് എൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റി, ദൈവം കൊണ്ടുതന്ന ഓപ്പർച്യൂണിറ്റി. അതിനനുസരിച്ചുള്ള പ്രയോറിറ്റി ഞാൻ ഇതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇതിലുള്ള ഒരു വ്യക്തിയോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടോ? അപ്പോൾ പല ആൾക്കാരും പറയും, എന്തിനാ വരുന്നുണ്ടാവുക? അദ്ദേഹത്തിൻ്റെ ജോലി സ്ഥാപനത്തിൽ അദ്ദേഹം ചെയ്യുന്ന ജോലിയിൽ ഭയങ്കര സ്ട്രെസ്സായിരിക്കും, ഒരുപാട് വിഷമങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, ഹാർഡ് വർക്കായിരിക്കും, അതിനുള്ള ശമ്പളം കിട്ടുന്നുണ്ടാവില്ല. ആ ജോലിക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്ന, ഇതിൽ നിന്നൊന്നും മാറണം, വേറൊരു ജോലി അക്കരെ പച്ച പറയല, ഇതിനേക്കാളും നല്ല അപ്പുറം കാണുന്നുണ്ടാവും. നമ്മൾ ചെയ്യുന്ന ഭയങ്കര കഷ്ടപ്പാടായിരിക്കും, വേറൊരു വ്യക്തി ചെയ്യുന്ന കഷ്ടപ്പാട് കാണുന്നില്ല. അപ്പം അക്കരെ പച്ച പോലെ നമുക്ക് മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ സിമ്പിളായിട്ട് എളുപ്പമായിട്ട് തോന്നുന്നുണ്ടോ? അപ്പോൾ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് മാറ്റം വേണം. ഒരു ജോലി കിട്ടിയിട്ടാകുമ്പോൾ അടുത്ത ജോലി അന്വേഷിക്കുന്ന ആൾക്കാരാണ് കൂടുതലുണ്ടാവുക. കാരണം ഇതിനേക്കാളും നല്ലത് അന്വേഷിച്ച് പോകുന്ന ആൾക്കാർ. പല ആൾക്കാരും ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുന്ന സമയത്ത് പറയും, ഇപ്പം എനിക്ക് വളരെ തുച്ഛമായ ശമ്പളമാണ്, എനിക്ക് എങ്ങനെയെങ്കിലും ഈ ജോബിൽ നിന്ന് മാറണം, ഒന്ന് ഫ്രീ ആവണം, എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. എന്തെങ്കിലും കയ്യിൽ പൈസ ഉണ്ടോ? ഒന്നും ഉണ്ടാവില്ല. ലോൺ എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരും കൂടി, ലോൺ എടുത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ അവർ രക്ഷപ്പെടുത്തുന്നത് അങ്ങനെ ആ കിട്ടുന്ന പൈസ വെച്ച് EMI അടക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ ഒരു ബിസിനസ്സിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുവാണെങ്കിൽ, ജോലിയിൽ നിന്ന് ഒരാൾക്ക് മാറിയിട്ട് ഒന്ന് ലൈഫ് സെറ്റിൽ ആവണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ വ്യക്തിയോട് നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്ത് അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം പറയും, നാളെ ഇന്ന സ്ഥലത്ത് പ്രോഗ്രാം ഉണ്ട്, നാളെ എന്തെങ്കിലും പങ്കെടുക്കണം. നാളെ എനിക്ക് ലീവ് കിട്ടില്ല, നാളെ എനിക്ക് ലീവ് ഉണ്ടാവില്ല, അത്യാവശ്യമായിട്ട് ജോബ് തീർക്കേണ്ടതായിട്ടുണ്ടെന്ന് പറയും. അല്ലെങ്കിൽ എന്തെങ്കിലും ജോബിനെ കുറിച്ചായിരിക്കും അദ്ദേഹം അവിടെ പറയുന്നുണ്ടോ. ഈ ഒരു മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ഒരു സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് അദ്ദേഹം ജോബിനായിരിക്കും പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടോ.
കാരണം അദ്ദേഹത്തിന് ജോബിൽ നിന്ന് ഫ്രീ ആവും വേണം, പക്ഷെ ഇതിനു വേണ്ടി സമയം കണ്ടെത്താൻ സാധിക്കത്തില്ല. അപ്പം ഞാൻ ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് എന്ത് പ്രോഗ്രാം ഓൺലൈൻ ഉണ്ടെങ്കിൽ പോലും ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ ഡ്യൂട്ടി രാവിലെ ഞാൻ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ 8 മണിക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ആവുള്ളൂ. 8 മണിക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ആവണമെങ്കിൽ ഞാൻ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അത്രയും ദൂരം യാത്രയാണ്. ദൂരം അത്രയും ഉണ്ടായിട്ടല്ല, നമ്മൾ ഇവിടുത്തെ ട്രാഫിക് അങ്ങനെയാണ്. അരമണിക്കൂർ സഞ്ചരിക്കുന്ന സ്ഥലത്ത് 2 മണിക്കൂർ നിൽക്കണം ട്രാഫിക് അവിടെ തന്നെ. അത് 18 വർഷവും അങ്ങനെ യാത്ര ചെയ്ത് പോയതാണ്. 5 മണിക്ക് ഇറങ്ങി ആൾ മാത്രമേ 8 മണിയിൽ ജോലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. ട്രാഫിക് ഇല്ലെങ്കിൽ 40 മിനിറ്റ് കൊണ്ട് ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് എത്തും. 5 മണിക്ക് ഇറങ്ങി 5:40 എത്താം. പക്ഷേ ഈ 18 വർഷം ട്രാഫിക്കിലൂടെ യാത്ര ചെയ്തിട്ട് 8 മണിയുടെ ജോലി ചെയ്ത് 6 മണിക്ക് ജോലി കഴിഞ്ഞാൽ 8:30ക്ക് വീട്ടിലെത്താം, 9 മണിയാകുമ്പോൾ വീട്ടിലെത്താം ട്രാഫിക്കിലൂടെ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കിട്ടുന്ന ശമ്പളം തികയാത്തത് കൊണ്ട് ഓവർ ടൈം എടുക്കും. ഒരു 3 മണിക്കൂർ ഓവർ ടൈം എടുക്കും. അപ്പോൾ 9 മണി വരെ ഓവർ ടൈമാണ്. അതേ ദൂരം യാത്ര ചെയ്ത വീട്ടിലെത്തും 11 മണിയാവും. വന്ന് കുളിച്ചൊന്ന് കിടന്നുറങ്ങാൻ അങ്ങനെ അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ജോലി ചെയ്തിട്ട് 18 വർഷത്തോളം ജോലി ചെയ്തിട്ട് എൻ്റെ കയ്യിൽ ഒന്നും മെച്ചമുണ്ടായിരുന്നില്ല, കടങ്ങൾ മാത്രമാണ്. ബാക്കിയൊന്നും കാണാത്ത സമയത്ത് നമുക്ക് പല കാര്യങ്ങൾ തോന്നും. ലോൺ എടുക്കാൻ തോന്നും, എന്തെങ്കിലും ചെയ്യാൻ തോന്നും. 1.5 കോടി രൂപ കളഞ്ഞിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആളാണ് ഞാൻ. അതിൻ്റെ അകത്ത് ഒരു ഗ്ലാസ് ചായ പോലും എനിക്ക് കുടിക്കാനും പറ്റിയിട്ടില്ല. 1.5 കോടി രൂപ ഇട്ടിട്ട് ഒരു ബിസിനസ്, 1 കോടി രൂപ ഇട്ടിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതാണ്. അത് ക്ലോസ് ചെയ്യാൻ 50 ലക്ഷം രൂപ കടം വാങ്ങിക്കേണ്ടി വന്നു. 1.5 കോടി രൂപ കടമായിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി, കടങ്ങൾ വീട്ടാൻ സാധിക്കുന്നില്ല, ജോലി ചെയ്യുന്ന പൈസ കംപ്ലീറ്റ് വേറെ എവിടെയോ പോയിക്കൊണ്ടിരിക്കുകയാണ്, ലോണിന് EMI അടച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മാസവും ബാധ്യതകൾ ഏറി 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 വന്നുകൊണ്ടിരിക്കുക. അറിയാലോ, നമ്മളൊരു ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ EMI, ക്രെഡിറ്റ് കാർഡിൻ്റെ EMI, ഇനി ആരെങ്കിലും ഇത് അടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലിശക്ക് എടുക്കുന്ന ആൾക്കാരുണ്ടാവും, അവരുടെ പലിശ അടച്ചുകൊണ്ടിരിക്കണം. റോളിങ് 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 ലൈഫായിരിക്കും. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൈ കിട്ടുന്ന സമയത്ത്, കേൾക്കുന്ന സമയത്ത്, ആദ്യമായിട്ട് നിങ്ങളെല്ലാം കേട്ട പോലെ കേട്ട വ്യക്തിയാണ് ഞാൻ. ഒരു താല്പര്യമില്ലാത്ത കേട്ട വ്യക്തി, സീലിംഗ് ഫാൻ നോക്കിയിരുന്ന വ്യക്തിയാണ്. പ്രസന്റേഷൻ പറയുന്ന സമയത്ത് താല്പര്യമില്ലാതെ, ഇദ്ദേഹം വീട്ടിൽ വന്നിരിക്കുന്ന ആ കുടുംബം ഒന്ന് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ ഫ്രീ മൈൻഡോടെ ഇരിക്കാം, ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി തരും എന്ന് പറഞ്ഞ വ്യക്തി, എനിക്ക് ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്ത വ്യക്തിക്കും അറിയാം ഇദ്ദേഹം ഇത് ചെയ്യാൻ പോകുന്നില്ല. അവരിറങ്ങി പോകുന്ന സമയത്തും അവർ ഹസ്ബൻഡ് വൈഫും സംസാരിച്ചത് ഇയാളെ ഫോക്കസ് ചെയ്യേണ്ട, വെറുതെ നമ്മുടെ സമയം വേസ്റ്റ് ആവും എന്ന് പറഞ്ഞതാണ്. ഇന്ന് അവർ ബിസിനസ് ഇല്ല, ഞാൻ ഈ ബിസിനസ് വളരെ സീരിയസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് കിട്ടിയ സമയത്ത് ഞാൻ വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. 1-2 പ്രാവശ്യത്തെ മീറ്റിങ്ങുകളാണ്, കുറച്ച് ലീഡേഴ്സിന്റെ എക്സ്പീരിയൻസ് ആണ്. ഇത് ദൈവം എനിക്ക് തന്നത് തന്നെയാണെന്ന് എനിക്ക് തോന്നിയത്. ഞാൻ പ്രയോറിറ്റി കൊടുത്തതാണ്. അതിനുശേഷം ഈ പറഞ്ഞ 3 മണിക്കൂർ ഓവർ ടൈം ഞാൻ ചെയ്തിട്ടില്ല. 3 മണിക്കൂർ ഓവർ ടൈം ചെയ്താൽ നല്ല പൈസ ഉണ്ടാക്കാം. ആ 3 മണിക്കൂർ ഓവർ ടൈം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഓവർ ടൈം ഇല്ലാത്ത ദിവസം ഞാൻ വേറൊരു സ്വന്തമായിട്ട് ചെറിയൊരു ഓൺലൈനായിട്ട് ഞാൻ പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പൈസസിന്റെ ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ സമയം മാക്സിമം 24 മണിക്കൂർ യൂട്ടിലൈസ് ചെയ്ത വ്യക്തിയാണ് ഞാൻ. ആ സ്പൈസസ് ഡെലിവറി ചെയ്ത് കൊടുക്കും പല കുടുംബങ്ങളിലേക്ക്. സാധനം മസാല പൊടിച്ചെടുക്കുന്ന സ്ഥലത്ത് നിന്ന് എടുത്ത് കൊണ്ടു കൊടുക്കാറുണ്ട്. അങ്ങനെ അങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കിയത് ശമ്പളം കുറഞ്ഞ സമയം. അതൊഴിവാക്കി, പിന്നെ ഓവർ ടൈം ഒഴിവാക്കി, 3 മണിക്കൂർ ഓവർ ടൈം ഒഴിവാക്കി. കാരണം എനിക്ക് കമ്പനിയിൽ നിന്ന് ഇറങ്ങി യാത്ര ചെയ്ത് ബസ്സിൽ പകുതി എത്തുമ്പോൾ സൂം മീറ്റിംഗ് സ്റ്റാർട്ടാവും. അന്ന് കൊറോണ സമയത്ത് കണ്ട് ഓൺലൈനിലാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ബസ്സിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി കേൾക്കുക. പകുതി ഞാൻ വീട്ടിലെത്തിയിട്ട് കേൾക്കും. അത് ഇതിൽ പഴയ സീനിയറായിട്ടൊക്കെ അറിയാം. ഞാൻ യാത്രയിലൂടെ ആയിരിക്കും സൂമിൽ കേൾക്കുക. ആ സമയത്തൊക്കെ എനിക്ക് 5 മിനിറ്റ് സംസാരിക്കാൻ സമയം കിട്ടും മീറ്റിങ്ങിലൊക്കെ. അത് ഞാൻ ഓടി വന്നിട്ട് സംസാരിച്ച് പറയുന്ന ആളാണ്. പിന്നീട് അങ്ങോട്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും ഈ ജോലിയും കൂടെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ബിസിനസ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ, ജോലി ഒഴിവാക്കി ബിസിനസ്? ഞാൻ അങ്ങനെ ചിന്തിച്ച വ്യക്തിയാണ്. പക്ഷേ ജോലി റിസൈൻ ചെയ്യാനുള്ള മടി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് അഹങ്കാരമായി തോന്നും. പല ആൾക്കാർ പറയുകയും ചെയ്യും, ഇവനുള്ള നല്ല ജോലി കളഞ്ഞ് അഹങ്കാരം കാണിച്ചു എന്നുള്ള പറച്ചിൽ പറഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പരാജയ ബിസിനസ് വന്നു കഴിഞ്ഞാൽ അത് എപ്പോഴും ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എങ്ങനെ ഒഴിവാക്കാന്നുള്ള വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കമ്പനിയാണെങ്കിൽ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുക. ഓട്ടോമാറ്റിക്കലി ഞാൻ ആ പ്രഷറിലൂടെ ജോലി വേണ്ടെന്ന് വെച്ചാണ്. ഇവിടെ നിങ്ങളോട് ഞാൻ ജോലിയൊന്നും ഒഴിവാക്കാനല്ല പറയുന്നത്. ഇന്നിപ്പം അൻസാർ ഭായി ആണ് ഈ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ, അൻസാർ ഭായി ഓട്ടോ ഓടിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം രാവിലെ ഓട്ടോ ഓടിച്ച് വൈകുന്നേരം വരെ ഓടിച്ചാലാണ് അദ്ദേഹത്തിന്റെ വീട്ടുകാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ടോ. അദ്ദേഹത്തിന് ഒരിക്കലും ആ ജോലി ഒഴിവാക്കിയിട്ട് ബിസിനസ് പ്രയോറിറ്റി കൊടുക്കാൻ സാധിക്കത്തില്ല. അദ്ദേഹത്തിന് എക്സ്ട്രാ പൈസ ഉണ്ടാക്കാൻ ചിലപ്പോൾ രാത്രിയോളം വണ്ടി ഓടിക്കുന്ന ആൾക്കാർ, രാവിലെ എഴുന്നേറ്റ് 5 മണിക്ക് എഴുന്നേറ്റ് വണ്ടി ഓടിക്കുന്ന ആൾക്കാരായിരിക്കും. രാത്രി ഓട്ടം വന്നാലും പോകുന്നുണ്ടോ.
അദ്ദേഹത്തിന്റെ പ്രയോറിറ്റിയാണ് ആ ജോലിയുടെ വരുമാനം ഉണ്ടാക്കുന്നത്. പക്ഷെ അവിടെ അദ്ദേഹം എത്രത്തോളം ജോലി ചെയ്യാൻ അദ്ദേഹത്തിന് ആരോഗ്യം സാധിക്കുന്നു, എത്ര പ്രായം അദ്ദേഹത്തിന്റെ ആ സമയത്ത് മാത്രമേ ആ ഒരു വരുമാനം അദ്ദേഹത്തിന് വരുന്നുണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ ഈ ബിസിനസിന്റെ കൂടെ നിങ്ങൾ ആ എക്സ്ട്രാ എടുക്കുന്ന കുറച്ച് സമയം ഒന്ന് ഒഴിവാക്കിയിട്ട് ഇതിന് പ്രയോറിറ്റി 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ബിസിനസ്സിന് പ്രയോറിറ്റി കൊടുത്തിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയും മണിക്കൂർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വർക്ക് അവർ കുറച്ച് 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 ഇതിൻ്റെ അകത്ത് ടൈം കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. സപ്പോസ് നമ്മുടെ ഓട്ടോറിക്ഷ ഡ്രൈവർ സുരേഷ് ഏട്ടൻ അങ്ങനെ ചെയ്ത വ്യക്തി വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഇല്ലാത്ത സമയത്ത് പോലും അദ്ദേഹം വണ്ടിയിൽ ഡ്രസ്സ് വെക്കും, യൂണിഫോം വണ്ടി ഓടിച്ചുകൊണ്ട് 4 മണി വരെ വണ്ടി ഓടിച്ച് യൂണിഫോം മാറ്റി സാധാരണ ഡ്രസ്സ് ഇട്ടിട്ട് പ്ലാൻ കാണിക്കലും വണ്ടിയിനകത്ത് പ്രൊഡക്റ്റ് ഉണ്ടാവും, പ്രൊഡക്റ്റ് കസ്റ്റമർക്ക് കൊടുക്കും. മംഗലാപുരം പോയിട്ട് സാധനം വാങ്ങിച്ചാണ് അദ്ദേഹം അന്ന് ആ ബിസിനസ് ചെയ്ത്. കേരളത്തിൽ ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നില്ല, കൊറിയറൊന്നും ഇല്ല. മംഗലാപുരം പോയിട്ട് സാധനം വാങ്ങിച്ചിട്ട് വണ്ടിയിൽ പ്രൊഡക്റ്റ് വെച്ചിട്ട് ആൾക്കാർക്ക് കൊടുത്തിട്ട് ബിസിനസ് ചെയ്ത ആളാണ്. അത്രയും പ്രയോറിറ്റി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ജോലി ചെയ്യുന്ന എല്ലാ ആൾക്കാരും, നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ട്, അവിടെ എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, അതിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴാണ് ഒരു ലീവ് കിട്ടുക? എന്തിനാ? കറങ്ങാൻ പോകാനല്ല, കല്യാണത്തിന് പോകാനല്ല, സിനിമ കാണാനല്ല, വെസ്റ്റേജിൽ ഫോക്കസ് ചെയ്യാൻ, ലീവ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഞാനൊക്കെ ജോലി കിട്ടുമ്പോൾ അടുത്ത് ഒരു ലീവ് കിട്ടിയോണ്ട് ഒന്ന് കിടന്നുറങ്ങാൻ, കുട്ടികളായിട്ടൊന്ന് കറങ്ങാൻ പോകാൻ, സിനിമ കാണാൻ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇന്ന് 4 വർഷമായിട്ട് ലീവിനെ കുറിച്ച് ചിന്തിച്ചില്ല. എനിക്ക് ലീവ് അറിയത്തില്ല, എന്ത് ഹോളിഡേസ് ഒന്നും എനിക്ക് അറിയത്തില്ല. ഈ ബിസിനസ്സിൽ ഫുൾ ഫോക്കസ്ഡാണ്. നിങ്ങൾക്ക് ജോലിക്ക് പോകുന്ന വ്യക്തിയാണെങ്കിൽ ഒരു ലീവ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക, ലീവ് എടുക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് ഈ ബിസിനസ് ഫോക്കസ് ചെയ്യുക. ഇന്ന് നമ്മളെല്ലാവരും ജോലിക്ക് പോകുന്ന ആൾക്കാർ ലീവ് എടുക്കുന്ന എന്തിനാ? ഒന്ന് മക്കളുടെ ആവശ്യത്തിന് സ്കൂളിൽ പോകാനായിരിക്കും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കേസായിരിക്കും, കുടുംബത്തിൽ കല്യാണം വരണം, അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ ഉത്സവം വരണം, അല്ലെങ്കിൽ പള്ളിയിൽ പെരുന്നാളിന് വരണം. ഇതിന് മാത്രമേ നിങ്ങൾ ലീവ് എടുക്കുള്ളൂ. വെസ്റ്റീജ് ബിസിനസ്സിൻ്റെ ഒരു ഫംഗ്ഷൻ വരുന്ന സമയത്ത്, വെസ്റ്റീജിൻ്റെ ഒരു പ്രോഗ്രാം വരുന്ന സമയത്ത് നിങ്ങൾ ഒരാളും ലീവ് ചോദിക്കാൻ സാധ്യത കുറവാണ്. അന്ന് ലീവ് കിട്ടത്തില്ല എന്ന് പറയുന്നുണ്ടാവും. നിങ്ങൾ പ്രയോറിറ്റി കൊടുത്ത് ഇങ്ങനെ ഫംഗ്ഷൻ വരികയാണെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രോഗ്രാം നമുക്ക് വരുന്നത്, ഇന്ന ദിവസം ഒരു ഡേറ്റിൽ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ലീവ് എടുത്തേക്കുക, ധൈര്യമായിട്ട് എടുക്കാൻ സാധിക്കും. കാരണം അങ്ങനെ എടുക്കുന്ന വ്യക്തിക്ക് ബിസിനസ്സിൽ വിജയിക്കാൻ എളുപ്പമാണ്. അപ്പം നിങ്ങൾ ഇതിന്, നിങ്ങൾക്ക് ജോബ് ഫ്രീഡം വേണം, റിട്ടയർമെന്റ് ലൈഫ് വേണം, ലക്ഷറി ലൈഫ് വേണം എങ്കിൽ നിങ്ങൾ ഇതിന് പ്രയോറിറ്റി കൊടുക്കണം. നിങ്ങൾ ഈ ഒരു ബിസിനസ്സിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുത്തേ പറ്റൂ. ഈ ഒരു സ്റ്റോറി നമുക്കറിയാലേ, അറിയോ? ഈ പിക്ചർ കണ്ടിട്ടുണ്ടോ? കാർട്ടൂൺ കണ്ടിട്ടുണ്ടോ? നമ്മളെല്ലാവരും പണ്ട് കണ്ടിട്ട്, പണ്ടത്തെ ആൾക്കാർ കാണും, ഇപ്പോഴത്തെ പിള്ളേർ ഇത് കാണുന്നത് എനിക്കറിയില്ല. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇത് കാണാൻ ഭയങ്കര സന്തോഷമാണ്. ഈ പൂച്ച എലിക്കുട്ടിനെ ഓടിക്കുന്ന ഭയങ്കര രസമാണല്ലേ. എത്ര അടിച്ചാലും ചാവാതെ എലിക്കുഞ്ഞാണ്, എത്ര എത്ര തിന്നാലും ചാവാതെ എലിക്കുഞ്ഞാണ്. എന്തൊരു ഓട്ടാണ് അത് ഓടുന്നത്! അതിനാ പൂച്ചക്കാണ് സ്പീഡ് കൂടുതൽ. എന്തിനാണ് ഇതിന്റെ പിറകെ ഓടുന്നത്? പൂച്ച എന്തിനാണ് ഇതിന്റെ പിറകെ ഓടുന്നത്? അതിന്റെ ഒരു നേരത്തെ ഭക്ഷണത്തിന് കൊണ്ടാണ്. അതിനെ കിട്ടി തിന്നു കഴിഞ്ഞാൽ അതിന്റെ ഭക്ഷണം വിശപ്പ് മാറ്റി, അത്രേ ഉള്ളൂ. പക്ഷെ എലി എന്തിനാ ഓടുന്നത്? എലി അതിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഓടുന്നത്. അപ്പൊ ആർക്കാ സ്പീഡ് കൂടുക? പൂച്ചക്ക് അതിന് കിട്ടിയില്ലെങ്കിൽ വേറെ അതിന്റെ പിറകെ ഓടാന്ന് ചിന്തയിൽ നിൽക്കുന്നു. പക്ഷെ എലിക്ക് എന്തെങ്കിലും ഓടിയേ പറ്റൂ, രക്ഷപ്പെട്ടേ പറ്റൂ, ഇല്ലെങ്കിൽ അതിന്റെ ജീവൻ നഷ്ടപ്പെടുക. ഈ ഒരു സ്പീഡ് പ്രയോറിറ്റി നിങ്ങളുടെ ബിസിനസ് കൊടുക്കാൻ സാധിക്കും. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ബിസിനസ് നല്ലൊരു സക്സസിലേക്ക് പോകാൻ സാധിക്കും. വേറൊരു ചെറിയൊരു കഥയും കൂടെ പറയാം. പ്രയോറിറ്റി, നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഈ ബിസിനസ്സിന്, നിങ്ങൾ ഇതിനകത്ത് ലക്ഷങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തെന്ന് കരുതിയൊക്കെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾ 100 BBയോ അല്ലെങ്കിൽ ഒരു സോപ്പും പേസ്റ്റ് വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്ത് കൂടാതെ, നിങ്ങൾ ഇതിനകത്ത് ലക്ഷങ്ങളുടെ സാധനം വാങ്ങിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആ ലക്ഷങ്ങൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രയോറിറ്റി കൊടുത്ത് വെക്കില്ല. എൻ്റെ 1 ലക്ഷം രൂപ അല്ല 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് ഞാനെന്ന് വിചാരിച്ചിട്ട് ഇതിന് പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ, ആ ഒരു 10 ലക്ഷം രൂപ വാങ്ങിക്കാൻ വേണ്ടി ബിസിനസ് ചെയ്യാൻ പോകാൻ നിങ്ങളുടെ ജോലിയേക്കാളും നിങ്ങൾ മറ്റുള്ള എല്ലാ കാര്യങ്ങളെക്കാളും നമ്മളിതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ? അടുത്തൊരു ഇതിൽ തന്നെ വരുന്ന റീപ്ലേസ് യുവർ ഹാബിറ്റ്. നമുക്ക് ഒരുപാട് ഹാബിറ്റ് ഉണ്ടാവും അല്ലേ? സിനിമ കാണുന്ന ആൾക്കാരുണ്ടാവും, കാർഡ് കളിക്കുന്ന ആൾക്കാരുണ്ടാവും, റമ്മി കളിക്കുന്ന ആൾക്കാരുണ്ടാവും. അത് എന്തിനാ കളിക്കുന്ന? ടൈം പാസിന് വേണ്ടിയിട്ടാണ്. 24 മണിക്കൂർ ഓരോ വ്യക്തിക്കും കൊടുത്തിട്ടുണ്ട്. അത് ടൈം പാസ് ആക്കുന്ന ആൾക്കാർ. എന്തിനാണ് ടൈം പാസ് ആക്കണമെന്ന് എനിക്കറിയില്ല. ആകെ കുറച്ചു കാലം നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല, അത് വേസ്റ്റ് ആക്കിയാണ് ടൈം പാസ്. കാർഡ് കളിക്കുന്ന ആൾ ചോദിച്ചാൽ പറയും ഞാൻ ടൈം പാസ് ആക്കൊണ്ട് കളിക്കാന്ന് പറയും. പിന്നെ നമ്മൾ ഒരുപാട് ഹാബിറ്റ്സ്, സിനിമ കാണുക, ക്രിക്കറ്റ് കളി കാണുക, കറങ്ങാൻ പോവുക, ഫാമിലിയോടെ പോകുന്ന കറങ്ങാം, ഇങ്ങനെ ഒരുപാട് ടൈം നമുക്ക് ഹാബിറ്റ്സ് ഉണ്ട്. നമ്മുടെ ഹാബിറ്റ്സിനെ കുറിച്ച് മാറ്റാൻ ശ്രമിക്കുക. എൻജോയ്മെന്റ് വേണം, എല്ലാം വേണം, പക്ഷെ കുറച്ച് കാലം
കുറച്ചു കാലം നമ്മൾ ഈ ഒരു ഹാബിറ്റുകൾ ഒഴിവാക്കാൻ സാധിക്കുവാണെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യം, ഞാൻ ഈ ബിസിനസ് വന്ന സമയത്ത് എൻ്റെ ഒരു അപ്ലൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ട കാര്യം, ഷാജിക്ക് ഇഷ്ടപ്പെട്ട നല്ല കാര്യങ്ങൾ ഇന്ന് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ കാര്യം ഒരു 2 വർഷത്തേക്ക് മാറ്റി വെക്കാൻ സാധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് സക്സസ് ആവാൻ സാധിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ക്രിക്കറ്റ് കളി കാണണം. എപ്പോൾ നോക്കിയാലും ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കും. കളി കണ്ട് ജയിച്ച കളിയാണ് എൻ്റെ റെക്കോർഡ് യൂട്യൂബ് പോയി കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഭ്രാന്ത് എനിക്കുണ്ട്. പിന്നെ സിനിമ, ഞാൻ സിനിമയുടെ ഏറ്റവും വലിയ ഭ്രാന്തനാണ്. എല്ലാ സിനിമയും കാണും. ഇനി എത്ര ലോക്കൽ പടമായാലും പ്രശ്നമില്ല. അന്നത്തെ സമയത്തൊക്കെ മുകേഷിൻ്റെയും ആ സമയത്തിൽ പടങ്ങളാണ്. ഒന്നിനും കൊള്ളാത്ത പടമാണെങ്കിൽ പോലും ഞാനത് പോയി കാണും. അത് റിലീസ് തന്നെ എനിക്ക് കാണാൻ ആവശ്യമുണ്ട്. സിനിമ അത്രയ്ക്കും ഭ്രാന്ത്. ഗൾഫിൽ വന്ന സമയത്ത് എല്ലാ വ്യാഴാഴ്ചയും ദുബായിൽ നിന്ന് സിനിമ കാണുകയാണ്. കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ ആകെ 4 സിനിമ കണ്ടിട്ടുണ്ട്. 19 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ആകെ 4 സിനിമ കണ്ടിട്ടുണ്ട്. കല്യാണത്തിന് മുന്നേ വരെ ഇറങ്ങിയ ഒരു സിനിമ പോലും ഒഴിവാക്കിയിട്ടില്ല. അത്രക്കും സിനിമയിൽ ഭ്രാന്തുള്ളതാണ് ക്രിക്കറ്റ്. പക്ഷെ കല്യാണം കഴിഞ്ഞ സമയത്ത് പിന്നെ സിനിമ ഒഴിവാക്കിയതാണ്. സമയക്കുറവും സാമ്പത്തികമൊക്കെ നമ്മൾ അതിനെ ശരിക്കും ബാധിച്ചിട്ടുണ്ടായിരുന്നു. സിനിമയൊക്കെ ഒഴിവാക്കി, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കിയില്ല. ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കും. നിങ്ങൾ ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ, സിനിമ കാണുന്ന ആൾക്കാരായിരിക്കും, ക്രിക്കറ്റ് കളി കാണുന്ന ആൾക്കാരായിരിക്കും, കറങ്ങാൻ പോകുന്ന ആൾക്കാരായിരിക്കും, വേറെ എന്തെങ്കിലും ഹാബിറ്റ്സ് ഉണ്ടാവും. അല്ല, കള്ളു കുടിക്കുന്ന ആൾക്കാർ, സിഗരറ്റ് കുടിക്കുന്ന ആൾക്കാർ, പല പല ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടാവും. ഇതിനൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്യാം. ഈ ഒരു ബിസിനസിന്റെ വിജയത്തിന് വേണ്ടി നമ്മൾ റീപ്ലേസ് ചെയ്തെടുക്കാം. ടെലിവിഷനും എക്സസൈസും മസ്റ്റായി ചെയ്തേ പറ്റും. ഈ റീപ്ലേസ് ചെയ്ത് കാണിക്കാൻ സ്ക്രീൻ അങ്ങനത്തെ ആയതുകൊണ്ടാണ്. ഉറക്കം നമുക്ക് മസ്റ്റായിട്ട് വേണം. ഒരു 6 മണിക്കൂറെങ്കിലും നമുക്ക് ഉറങ്ങണം. ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക, വീട്ടിലെ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. നമുക്ക് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒഴിവാക്കാൻ ശ്രമിക്കുക. നമ്മൾ എന്തെങ്കിലും പറയുമ്പം അതിന് നെഗറ്റീവായി പറയുന്ന ആൾക്കാരുണ്ടാവും. അവരെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ മെൻറ്ററിനെ സെലക്ട് ചെയ്യുക. പോസിറ്റീവായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ സെലക്ട് ചെയ്യുക. ടെലിവിഷൻ ഒഴിവാക്കിയിട്ട് ആ സമയത്ത് എക്സർസൈസ് ചെയ്യുക. ടെലിവിഷൻ ഇന്ന് തുറന്നു കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ടാവില്ല, കാര്യം പറയത്തില്ല. ചാനലുകാർ മത്സരിക്കുകയാണ് നെഗറ്റീവ് ഷെയർ ചെയ്യാൻ വേണ്ടി. ഏറ്റവും മുന്നേ നമ്മൾ ചില പ്രോഗ്രാം, ചില സംഭവം കണ്ടിട്ടുണ്ട്. ചില ചാനലുകൾ പറയും, ഈ ഒരാൾ വെള്ളത്തിൽ മുങ്ങിച്ചാവുന്ന ഏഷ്യാനെറ്റ് ന്യൂസാണ് ആദ്യമായിട്ട് നിങ്ങൾ പ്രേക്ഷകരിൽ എത്തിച്ചെന്ന് കണ്ടിട്ടുണ്ടോ? ഒരാൾ മുങ്ങി ചത്തുകൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോ ആദ്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് നമ്പർ 1 ചാനലാണ്. ഇങ്ങനെയാണ്, ഒരാൾ മരിക്കുന്ന വീഡിയോ ഏഷ്യാനെറ്റ് ന്യൂസാണ് ആദ്യം നിങ്ങൾ എത്തിച്ചിരുന്ന ചാനലുകാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള നെഗറ്റീവ് വാർത്തകൾ കേട്ട് നമ്മളെ ലൈഫ് കളഞ്ഞുകൊണ്ടിരിക്കുക പല ആൾക്കാർ. നിങ്ങൾ ടെലിവിഷൻ ഒഴിവാക്കി ആ സമയത്ത് ഒരു അരമണിക്കൂർ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടാവും. കംപ്ലൈനിങ് അല്ല, എപ്പോഴും കംപ്ലൈൻറ്റ് എന്തിനും പരാതി 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 പറയാതെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ആവാൻ ശ്രമിക്കുക. മുന്നോട്ട് നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഏറ്റെടുക്കാൻ ശ്രമിക്കുക. ബ്ലെയിം ചെയ്യാതെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. നമ്മുടെ ഹാബിറ്റുകളെ ഒന്ന് മാറ്റിയെടുക്കുക. എന്തിനും ബുദ്ധിമുട്ട് പരാതിയും അത് എല്ലാത്തിനും പരാതി പറയാതെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആക്കിയിട്ട് ഈ ബിസിനസ് ഏറ്റെടുക്കുക. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് പരാതി, കൊറിയറിൽ പ്രശ്നം വരുന്നുണ്ടാവും, പ്രൊഡക്റ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഓർഡർ കിട്ടിയ സാധനത്തിന് ചിലപ്പോൾ കിട്ടാനേ ഉണ്ടാവില്ല. അതൊന്നും നമ്മൾ ബ്ലെയിം ചെയ്യാതെ, ഇതെല്ലാം നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഔട്ട് ഓഫ് സ്റ്റോക്കാണ്, കുഴപ്പമില്ല, വരട്ടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനം എക്സ്ട്രാ വാങ്ങിച്ചു വെച്ചിട്ട് ആരെങ്കിലും ചോദിച്ചു കൊടുക്കുക. എന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന സമയത്ത് എനിക്ക് പ്രൊഡക്റ്റ് സെല്ലിങ്ങിൻ്റെ കാര്യമെല്ലാം പറഞ്ഞിട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ലോയൽ കസ്റ്റമർ ഉണ്ടാവും. ആ ലോയൽ കസ്റ്റമർക്ക് കൊടുക്കേണ്ട പ്രൊഡക്റ്റ് അവർ ചോദിക്കുന്ന സമയത്ത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയി വിഷമിക്കാതെ കുറച്ച് എല്ലാ സാധനവും സ്റ്റോക്ക് മാജിക് കോർണറിൽ സൃഷ്ടിച്ച് വെക്കുകയാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ കംപ്ലൈനിങ് ഒന്നും ചെയ്യാതെ, ബ്ലെയിം ചെയ്യാതെ നമ്മൾ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു വ്യക്തിയെ മാറാൻ, നമ്മുടെ ഹാബിറ്റിനെ കുറച്ച് മാറ്റാൻ സാധിക്കുകയാണ്. നമുക്കിതിൽ നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ സക്സസ് ആവാൻ സാധിക്കുന്നുണ്ട്. ലൈഫിലെ പ്രയോറിറ്റി അല്ലെ, നമുക്ക് ഇതിലുള്ള എല്ലാവരും ശ്രദ്ധിക്കും. നിങ്ങൾ പ്രയോറിറ്റി എന്തിനാ കൊടുക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കട്ടോ. ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കണം, അതെന്തായാലും വേണം. ഫസ്റ്റ് പ്രയോറിറ്റി ദൈവത്തിന് തന്നെ കൊടുക്കുക. ഫാമിലി പ്രയോറിറ്റി കൊടുക്കണം. ജോലി പ്രയോറിറ്റി കൊടുക്കണം. ഹോബീസ് ഉണ്ടാവും, അതും കൊടുക്കുന്നുണ്ടാവും. റീക്രിയേഷൻ. 6ാമത്തെ പ്രയോറിറ്റി ആയിരിക്കും നിങ്ങൾ പല ആൾക്കാരും വെസ്റ്റീജിൽ കൊടുത്തിട്ടുണ്ടാവില്ല. അല്ല, എങ്ങനെയാണോ? കമൻ്റൊക്കെ ഇട്ടോട്ടോ. നിങ്ങളിതിന് 6ാമത്തെ പ്രയോറിറ്റി ചിലപ്പോൾ അതിലപ്പുറം കല്യാണങ്ങൾ എല്ലാ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്ന ആൾക്കാരാണ്. വല്ലപ്പോഴും കൂടി ഇന്ന് എന്തായാലും മീറ്റിങ്ങിൽ കയറാം, അയാൾ കുറേ കാലമായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇല്ലെങ്കിൽ എന്താ വിചാരിക്കുക, ഒന്ന് കയറിയിട്ട് പേരവിടെ കാണിച്ചിട്ട്, പേരെന്തേലും ഇവിടെ കാണുന്നുണ്ടല്ലോ, അയാൾക്ക് അറിയുന്നില്ല ഞാനിവിടെ എന്താ പണിക്കുന്നുള്ളത്. ചിലപ്പോൾ ഇത് ഓണാക്കി വെച്ചിട്ട്
ഉറങ്ങിപ്പോയ ആൾക്കാരുണ്ടാവും. അങ്ങനെയല്ല നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത്. നിങ്ങളൊക്കെ ചെയ്യേണ്ടത് രാവിലത്തെ സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വിന്നിംഗ് ടീം ഓർഗനൈസേഷനിൽ പറയുന്നത് വീഡിയോ ഓഫാക്കി ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. SP ഭരത് സാർ പറഞ്ഞ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന വ്യക്തി വീഡിയോ ഓഫ് ആക്കണമെങ്കിൽ ആ വ്യക്തിന് പേര് എഴുതി വെച്ചു അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല, മെന്ററിങ് ചെയ്യാൻ പാടില്ല എന്ന് പറയാം, കൗൺസിലിംഗ് ചെയ്യാൻ പാടില്ല. നമ്മൾ അങ്ങനെയൊന്നും പിടിവാശിയൊന്നും ഇല്ലാതെ നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ കേൾക്കുക, നിങ്ങൾക്ക് വേണ്ടി ചെയ്യുക എന്ന രീതിയിൽ പറയാം. ഇതിനെ നിങ്ങൾ ഈ ഒരു ഹാബിറ്റ് നമ്മളെ പ്രയോറിറ്റി, ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കും. ഞാൻ ഈ ബിസിനസ്സിൽ ദൈവത്തിന് പ്രയോറിറ്റി കൊടുത്തു. ഇതിന് മുന്നേ ഈ ബിസിനസ് വരുന്ന മുന്നേ ഞാൻ ദൈവത്തിന് പ്രയോറിറ്റി കൊടുത്തില്ല. കാരണം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എനിക്കൊന്നും ദൈവം തന്നില്ല. എന്നും പരാജയങ്ങളും നഷ്ടങ്ങളും കടങ്ങളും ലോണുകളും ക്രെഡിറ്റ് കാർഡൊക്കെ തന്ന് ബാധ്യതകളും ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുന്നില്ല. എത്ര കഷ്ടപ്പെട്ടു. എത്ര നല്ലൊരു സ്ഥാപനം, UAE ഏറ്റവും ടോപ്പ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. നല്ല ശമ്പളമുണ്ട്. പക്ഷെ ഒന്നും മിച്ചപ്പെടുന്നത് എവിടെ പോകുന്ന ഒരു ഐഡിയ ഇല്ല. ബാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെ നോക്കിയിട്ടും ഒരു ഒരു ദുശീലങ്ങൾ എനിക്കില്ല. കള്ളുകൂടി അങ്ങനത്തെ ഒരു ദുശീലം, എവിടെയും പൈസ വേസ്റ്റ് ആക്കുന്നില്ല. പക്ഷെ ഒന്നും ബാക്കി വരാൻ പറ്റില്ല. ഇപ്പോൾ എന്നും ദൈവത്തിനോട് പരാതി പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പക്ഷെ പരീക്ഷണമായിരുന്നു എനിക്ക് ഇപ്പോൾ മനസ്സിലായി. ഈ വെസ്റ്റേജ് കമ്പനിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പരീക്ഷണമായിരുന്നു. അപ്പോൾ ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കണം, ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കണം, ജോലിക്ക് പ്രയോറിറ്റി കൊടുക്കണം എന്ന് വെച്ചാൽ ആ പ്രയോറിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തേർഡ് പ്രയോറിറ്റി നിങ്ങൾ ജോബിന് കൊടുക്കാതെ വെസ്റ്റേജിന് കൊടുക്കുവാണെങ്കിൽ, ഞാനിതിൽ സത്യമായിട്ട് പറയാണ്, ഞാൻ സെക്കൻഡ് പ്രയോറിറ്റി വെസ്റ്റേജിന് കൊടുത്ത് തേർഡ് പ്രയോറിറ്റി ഫാമിലി കൊടുത്തിട്ടാണ് ഇപ്പം ഞാൻ 5 വർഷത്തേക്ക് അവരോട് പറഞ്ഞിട്ടുണ്ട്. അവരോട് പറഞ്ഞിട്ട് തന്നെയാണ് എന്നെ 5 വർഷത്തേക്ക് ഒന്നും നോക്കണ്ട, നിങ്ങൾ വഴക്ക് പറഞ്ഞു. ഒരുപാട് പ്രാവശ്യം വഴക്കൊക്കെ പറയും, ഇവിടുന്ന് ചാടലും തുള്ളലൊക്കെ ഉണ്ടാവും. എന്നോട് വഴക്കൊക്കെ പറയും, അവരുടെ കാര്യത്തിൽ ഒന്നും നോക്കുന്നില്ല, എവിടെയും കൊണ്ടുപോകുന്നില്ല എല്ലാം പറയുമെങ്കിൽ പോലും ഞാനൊന്നും മൈൻഡാക്കരുത്. 5 വർഷത്തേക്ക് നോക്കേണ്ടതാണ്. ഞാനിതിൽ ഫസ്റ്റ് പ്രയോറിറ്റി ദൈവത്തിന് ഇപ്പോൾ കൊടുത്തിട്ട് സെക്കൻഡ് പ്രയോറിറ്റി വെസ്റ്റീജിനും തേർഡ് പ്രയോറിറ്റി ഫാമിലിക്കും. പ്രൊഫഷൻ ഞാൻ ഒഴിവാക്കി. എൻ്റെ പ്രൊഫഷൻ ഇപ്പോൾ വെസ്റ്റീജ് തന്നെയാണ്. ഹോബീസ് ഇപ്പം ഇല്ല, ഒരു ഹോബീസും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുക. നിങ്ങളിവിടെ വന്നിട്ട് എല്ലാവരും നിങ്ങളുടെ ലൈഫിന് ഒരു പ്രയോറിറ്റി കൊടുക്കും. ദൈവത്തിന് പ്രയോറിറ്റി. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റ് 3:45 എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. 3:45 ദുബായ് ടൈം. 3:45 എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് വേണമെങ്കിൽ കറക്റ്റ് 4:30 എഴുന്നേറ്റ് ലാപ്ടോപ്പ് ഓണാക്കാം. ചിലപ്പോൾ ഓണാക്കില്ലെങ്കിൽ പണി ലേറ്റ് ആയി പോകും. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥിച്ച് ലാപ്ടോപ്പ് ഓണാക്കാൻ 10-15 മിനിറ്റ് എനിക്ക് വേണം. അപ്പോൾ അത്രത്തോളം സമയം കിടക്കുന്നത് 11 മണിക്കും 12 മണിക്കാണ്. എന്നിട്ട് 3:45 എഴുന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പൊന്നും എനിക്ക് ഉറങ്ങാനൊന്നും കിട്ടത്തില്ല അവിടെ. പക്ഷെ ഞാൻ എവിടെയെങ്കിലും ചെറിയൊരു ഗ്യാപ്പ് കിട്ടി കുറച്ച് സമയം കിടന്ന് ഉറങ്ങി നോക്കാം. എനിക്ക് ഉറക്കം അങ്ങനെ ഉറങ്ങാം. എനിക്കൊരു സമയത്ത് ഫിക്സ്ഡ് ടൈമിൽ ഉറങ്ങാൻ പറ്റും. പക്ഷെ എന്നാലും ഞാനത് കവർ ചെയ്ത് പോക്കും. അപ്പം നിങ്ങളോട് എല്ലാവരും ഞാൻ റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ഇതിൽ ഒരു ലക്ഷങ്ങൾ അല്ലെങ്കിൽ 2 ലക്ഷം 10 ലക്ഷം വരുമാനമാണെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, ദയവ് ചെയ്ത് നിങ്ങൾ ഈ ബിസിനസ്സിന് പ്രയോറിറ്റി റിക്വസ്റ്റ് ആണ് എൻ്റെ. 100% ഗ്യാരണ്ടിയിൽ ഞാൻ വിജയിപ്പിച്ചു തരാൻ എനിക്ക് പറ്റും. നമ്മുടെ ടീമിന് സാധിക്കും. നിങ്ങൾക്കൊരു ഒരു മണിക്കൂർ കിട്ടുവാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ എവിടെയോ ഹോസ്പിറ്റലിൽ ഒരാളുടെ കൂടെ നിൽക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് നിങ്ങൾ പ്രയോറിറ്റി, അവിടെ നിന്നൊരു സമയം കിട്ടുവാണെങ്കിൽ നിങ്ങൾ അതിന് പ്രയോറിറ്റി കൊടുക്കണം. നമ്മളെ ഒരു 30 മൈൻഡിനെയും ബോഡിനെയും ഒന്ന് സെറ്റ് ആകുന്നത് 30 മിനിറ്റ് എക്സസൈസ് ചെയ്യുക. ഉറക്കം കറക്റ്റായി കൊടുക്കുക. ഉറക്കം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ബുക്ക് നല്ല വായിക്കുക, അപ്ലൈനായിട്ട് നല്ല കണക്ട് ചെയ്യുക, സോഷ്യൽ മീഡിയ റൈറ്റായിട്ട് യൂസ് ചെയ്യുക. ഇന്ന് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാർ നമുക്കറിയാം എന്തിനാ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്. ഫേസ്ബുക്കിൽ വീഡിയോസ് കാണാൻ മേലോട്ട് തള്ളാൻ, യൂട്യൂബിലെ വീഡിയോ കാണിക്കാൻ, ഓരോ വീഡിയോ കണ്ടിട്ട് മേലോട്ട് തള്ളിക്കൊണ്ടിരിക്കുവാൻ, ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ ആൾക്കാരുടെ മറ്റുള്ളവരുടെ റീൽസ് കണ്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഇത്രയും കാലം ഉപയോഗിച്ച വ്യക്തികൾ ദയവ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് എടുക്കുകയാണെങ്കിൽ വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് സോഷ്യൽ മീഡിയ എടുക്കുക. അത് മാത്രം കണ്ടുകൊണ്ടിരിക്കുക. സോനു ശർമ്മ, SP ഭരത് സാറിന്റെ, ഗൗതം ബാലി സാറിന്റെ ഒരുപാട് വോയിസ് കേൾക്കാൻ പറ്റും. പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരുപാട് നോളജ് കിട്ടും. സോഷ്യൽ മീഡിയ അതിന് യൂസ് ചെയ്യുക. സ്റ്റാറ്റസ് വെക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കൂട്ടുകാരൻ ചെയ്യുന്ന ബിസിനസ്സിൽ സ്റ്റാറ്റസ് വെക്കാതിരിക്കുക. പല ആൾക്കാരുടെ സ്റ്റാറ്റസ് വേറെ കമ്പനിയുടെ സ്റ്റാറ്റസാണ്. ഞാൻ ഇതിൽ പല ആൾക്കാർ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നില്ല കേട്ടോ, എൻ്റെ കൂട്ടുകാരൻ ചെയ്യുന്ന ബിസിനസ്സാണ്. അപ്പം നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സോ
എങ്ങനെ നിങ്ങളോട് ഒരാൾ അൻസാർ ഭായി വെസ്റ്റ് ജോയിൻ ചെയ്യുന്നു, ഞാൻ പേര് പറഞ്ഞു വിഷമിക്കുന്നുണ്ട്, അൻസാർ ഭായി വീഡിയോ ഓണാക്കി വിളിക്കുകയാണ്. അല്ല, വിനോദ് ഭായിന് പറയാം. വിനോദ് ഭായിന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരനാണ്, എന്നെ വഴക്കുറിയില്ല. വിനോദ് ഭായ് വെസ്റ്റീജ് ബിസിനസ് വളരെ സീരിയസ് ആയി ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് പ്രൊഡക്റ്റ് നല്ല നോളജ് ഉണ്ട്. അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് മോഡി കെയറിന്റെ പ്രൊഡക്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ മോഡി കെയർ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് മുഴുവൻ മോഡി കെയറിന്റെ പ്രൊഡക്റ്റ് ആണ്. അൻസാർ ഭായ് എന്താ വിചാരിക്കുക, ഈ വിനോദ് സാർ വെസ്റ്റീജ് സീരിയസ് ആയി ചെയ്യുന്നില്ല, അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് മുഴുവൻ മോഡി കെയർ ആണല്ലോ. വിനോദ് ഭായിയോട് വിളിച്ചു ചോദിക്കുക, അൻസാർ ഭായ് നിങ്ങൾ വെസ്റ്റീജ് ചെയ്യുന്നില്ലേ? ആ, ഞാൻ വെസ്റ്റീജ് വളരെ സീരിയസ് ആണ്, പിന്നെ മോഡി കെയറിന്റെ അതെന്റെ കൂട്ടുകാരൻ ചെയ്യുന്ന ബിസിനസ്സാണ്. അച്ചാറിന്റെ ചിത്രം, ചുരിദാറിന്റെ ചിത്രം സ്റ്റാറ്റസ് വെച്ചിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ബിസിനസ് ഈ ഗ്രൂപ്പ് ഞാൻ പല ആൾക്കാർ ഇപ്പൊ പണ്ട് സ്റ്റാറ്റസ് എനിക്ക് നോക്കുന്ന ഇഷ്ടമല്ല. ഞാൻ ഇതിൽ ഈ ബിസിനസ് ആരൊക്കെ സീരിയസ് നോക്കാൻ വേണ്ടി സ്റ്റാറ്റസ് നോക്കും. നിങ്ങളുടെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ സ്റ്റാറ്റസ്, നിങ്ങളുടെ ടീമിൽ വിജയിച്ച വിനോദ് സാറിന്റെ സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഏത് ടീമിലൊരാളും 8% ആയിക്കോട്ടെ 12% അദ്ദേഹത്തിന് സ്റ്റാറ്റസ് അതായിരിക്കും. അദ്ദേഹത്തിന് അറിയാത്ത ഒരു ആ വ്യക്തി ആരാന്നുള്ളത്, പക്ഷെ അത് അദ്ദേഹം സ്റ്റാറ്റസ് വെക്കുന്നുണ്ടോ? ആരുടെയെങ്കിലും വിജയം അത് സ്റ്റാറ്റസ് വെക്കുന്നുണ്ടോ? ഈ കമ്പനി ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്റ്റാറ്റസ് വെക്കണം. പ്രൊഡക്റ്റിനെ കുറിച്ച് നോളജ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സ്റ്റാറ്റസ് വെക്കണം. അത് വളരെ ഇമ്പോർട്ടൻസ് കാര്യം. നിങ്ങൾ ഒരു കാരണവശാലും വേറെ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റോ വേറൊരു കൂട്ടുകാരൻ നിങ്ങളുടെ സ്വന്തം സഹോദരൻ ചെയ്യുന്ന ബിസിനസ് വേറെ ആണെങ്കിൽ പോലും അത് വെക്കരുത്. നിങ്ങളുടെ സ്റ്റാറ്റസ് വെക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് നിങ്ങളുടെ വെസ്റ്റീജ് ബിസിനസിന്റെ കാര്യങ്ങൾ മാത്രമായിരിക്കണം. സോഷ്യൽ മീഡിയ റൈറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ബിസിനസ് പരാജയം തന്നെയാണ്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരും ബിസിനസ് ചെയ്യാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ അവരെ കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് സ്റ്റാറ്റസ് വെപ്പിച്ച് നോക്കാം. അല്ലാതെ നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ ബിസിനസ് സ്റ്റാറ്റസ് വെക്കാതെ സോഷ്യൽ മീഡിയ മസ്റ്റ് ആയിട്ട് നിങ്ങൾ നന്നായി യൂസ് ചെയ്യണം. വേറെ ഒരു സ്റ്റാറ്റസ് വെക്കാതിരിക്കാൻ ശ്രമിക്കുക. ഒരു കാര്യമില്ല. എന്തിനാണ് സിനിമാക്കാരുടെ സ്റ്റാറ്റസ്? വിജയുടെ പാട്ടിന്റെ ചിത്രം വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാൾക്ക് വിജയനെ ഭയങ്കര ഇഷ്ടമായിരിക്കും, അല്ല വിജയ് ഫാൻസ് ഉണ്ടാവും. അവരുടെ വീഡിയോസ് ഒക്കെ സ്റ്റാറ്റസ് എന്താ സുഹൃത്തുക്കൾ കിട്ടേണ്ടത്? എന്ത് വരുമാനം കിട്ടുന്നതിന്? എന്ത് സ്നേഹമാണ് നിങ്ങൾ അവരോട് കാണിക്കുന്നത്? അവർ സിനിമയെ കാണിക്കുന്ന അഭിനയിക്കുന്ന സ്നേഹമാണോ? നമ്മളെ സ്നേഹിക്കും, നമ്മളെ ബിസിനസ്സിനെ സ്നേഹിക്കും, വെസ്റ്റീജ് കമ്പനിയെ സ്നേഹിക്കും. അതിന്റെ സ്റ്റാറ്റസ് വെച്ചോണ്ടിരിക്കും. നിങ്ങളെ കാണുന്ന ആൾക്കാർ, നിങ്ങൾ വാച്ച് ചെയ്യുന്ന ആൾക്കാർ എപ്പോൾ നോക്കിയാലും നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ ഈ ബിസിനസ് നെഗറ്റീവ് അടുപ്പിച്ച വ്യക്തി, റിജക്ഷൻ ചെയ്ത വ്യക്തി എപ്പോഴും ആദ്യം സ്റ്റാറ്റസ് കാണുന്ന അവരായിരിക്കും. നിങ്ങൾ വിജയിച്ചു പോയോ നോക്കുന്നതിന് നിങ്ങളായിട്ടും രക്ഷപ്പെട്ടു പോകുന്ന ടെൻഷൻ അവർക്കുണ്ടാവും. അപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ റൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾ അപ്ലൈൻ ആയിട്ട് നല്ല കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. പിന്നെ ഡ്രീം എക്സസൈസ് ചെയ്യുക. ഞാൻ ഇതിന്റെ പുറമെ കുറച്ച് ഇമ്പോർട്ടൻസ് പറയുന്ന കാര്യം, അർജൻസി, സെൻസ് ഓഫ് അർജൻസി എന്നൊരു കാര്യം. നമ്മൾ സെറ്റ് ചെയ്ത പ്രയോറിറ്റി കഴിഞ്ഞു, സെൻസ് ഓഫ് അർജൻസി ഒരു കാര്യം പറയാം. ഇപ്പൊ നിങ്ങൾക്ക് ഏതാണ് അർജൻസ് ആയിട്ട് വരിക? അർജൻസും നോട്ട് അർജൻസും കുറച്ച് കാര്യങ്ങളുണ്ടോ? അത് ഈ സ്ലൈഡിലില്ല. ഞാൻ ഈ സ്ലൈഡ് ഇപ്പോൾ ഈ മെഡിറ്റേഷൻ കഴിയുന്ന സമയത്ത് എടുത്ത സ്ലൈഡ് കേട്ടോ, അതുകൊണ്ട് എനിക്ക് എല്ലാം കിട്ടുന്നില്ല. അടുത്തത് സെൻസ് ഓഫ് അർജൻസി എന്ന് പറഞ്ഞ സംഭവമാണ് രണ്ടാമത്തെ വരിക. അതിൽ അർജൻസിയും നോട്ട് അർജൻസിയും ഉണ്ടാവും അല്ലെ? ഇപ്പൊ അൻസാർ ഭായിക്ക് ഇന്ന് ഒരാൾക്ക് പ്ലാൻ കാണിക്കണം. അൻസാർ ഭായിന്റെ പേര് മാറ്റി രാജുചേട്ടന്റെ കാര്യം പറയാം. ഇന്ന് രാജുചേട്ടൻ ഒരാൾക്ക് പ്ലാൻ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. രാജുചേട്ടൻ്റെ ഡൗൺലൈൻ ആണ് ഒരാള്, ഞാനാണ് രാജുചേട്ടൻ്റെ ഡൗൺലൈൻ. രാജുചേട്ടൻ എന്നെ വിളിച്ച്, ഞാൻ രാജുചേട്ടൻ വിളിച്ചത്, സാറേ എനിക്കൊരു പ്ലാൻ കൊടുക്കണം, ഇന്ന് ഒരാളെ കാണാൻ പോകണം. ഓക്കെ ഒക്കെ പറയും. ആ സമയത്ത് ഒരു കല്യാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് വരുവാണ്, ഒരാൾ നാട്ടിൽ അടുത്ത വീട്ടിലൊരാൾ മരിച്ചിട്ടുണ്ടാവും, അവിടെ പോകേണ്ടി വരും. അപ്പോൾ എന്നെ വിളിച്ച് പറയാം, ഷാജി ഇന്ന് വരാൻ എന്തെങ്കിലും പറ്റത്തില്ല, കാരണം എൻ്റെ നാട്ടിന് അപ്പുറത്ത് ഒരു 10 വീട്ടിൽ അപ്പുറം ഒരാൾ മരിച്ചിട്ടുണ്ട്, അവിടെ എന്തെങ്കിലും ഒന്ന് മുഖം കാണിച്ചേ പറ്റൂ, അവിടെ പോയേ പറ്റൂ. അതുകൊണ്ട് നമുക്ക് ആ പ്ലാൻ പിന്നീട് ദിവസത്തേക്ക് മാറ്റി വെക്കാം. ഏതാ അർജൻസി? തൊട്ട വീട്ടിൻ്റെ 10 വീട് അപ്പുറം ഒരാൾ മരിച്ചതാണോ, അവിടെ പോക്കാണോ അർജൻസി, അല്ലെങ്കിൽ ഈ ഒരു പ്ലാനാണോ അർജൻസി? ഏതാ നിങ്ങൾ അർജൻസി കൊടുക്കുക? ആ വീട്ടിൽ, മരിച്ച വീട്ടിൽ നമുക്ക് ഈ പ്ലാൻ കാണിച്ചിട്ട് പോയാലും അവിടെ കാണാൻ പറ്റുമല്ലേ? ഒരു ഹോസ്പിറ്റൽ കേസ്, ഇപ്പൊ നിങ്ങളുടെ വീട്ടിലൊരാൾ അല്ലെങ്കിൽ ഒരാൾക്ക് അസുഖം വന്നു, ഹോസ്പിറ്റലിൽ പോകണം, അർജൻസിയാണോ? അർജൻസിയാണ്, തീർച്ചയായും അർജൻസിയാണ്. അവിടെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ആ പ്ലാൻ എടുക്കുക. കാണിക്കുന്ന വ്യക്തിയോട് പറയാം, എന്നോട് ഒരാഴ്ചയും പറയണം, നിങ്ങളൊരു കാര്യം ചെയ്യും, നീ സ്റ്റാർട്ട് ചെയ്തോ, ഞാൻ അവിടെ എത്തിക്കോളാം, ഞാൻ അവിടെ ഉണ്ടാവും, നീ അവിടെ ജസ്റ്റ് എല്ലാം സെറ്റാക്കി അറേഞ്ച് ചെയ്തപ്പോൾ ഞാൻ അവിടെ എത്തിക്കോളാം. ഹോസ്പിറ്റലിലേക്ക് പോവാ, ഡോക്ടറെ കാണിക്കുന്നു, ചെക്കപ്പ് ചെയ്യുന്നു, ഡോക്ടർ പറയുന്നു കുഴപ്പമില്ല, ഒരു ദിവസം അഡ്മിറ്റ് ആക്കട്ടെ, 2 ദിവസം കഴിഞ്ഞിട്ട് പോവാ എന്ന് പറയുന്നുണ്ടോ? ഡോക്ടറെ ചെക്കപ്പ് കഴിഞ്ഞു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു, അവിടെ അഡ്മിറ്റ് ആക്കി. ഇനി അവിടെ നമ്മൾ നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇഞ്ചക്ഷൻ നമുക്ക് അടിക്കാൻ പറ്റുമോ? പ്രഷർ ചെക്ക് ചെയ്യാൻ പറ്റുമോ? നമുക്കില്ല. നമ്മളവിടെ ഒരു സൈഡിൽ അപ്പുറത്തെ ബെഡിൽ ഇരിക്കുന്ന ആൾക്കാരോട് വർത്താനം പറയാൻ നമുക്ക് പറ്റും, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? വേറെ ഒന്നും ചെയ്യാൻ പറ്റും. ചായ വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും.
ഇത് നിങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് നടക്കൂലേ? ഇല്ലെങ്കിൽ സഹോദരന്മാരുടെ നടക്കത്തില്ല. അവരെ അവിടെ ഇരുത്തിയിട്ട് നമുക്ക് പോകാൻ സാധിക്കത്തില്ലേ? അപ്പോൾ നിങ്ങൾ ആരോടാണ് ഡൗൺലൈൻസിൽ പറഞ്ഞ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ എത്തിക്കോളാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവിടെ സെറ്റാക്കുന്ന സമയത്ത് നമുക്ക് അവിടെ എത്താൻ സാധിക്കുന്നുണ്ടാവും. പ്രയോറിറ്റി മാറി വരും. നമ്മുടെ പ്രയോറിറ്റിയാണ് വീട്ടിലവർക്ക് ഹോസ്പിറ്റൽ കേസ് ഉണ്ട്, അവിടെ എത്തണം, അവിടെ എത്തിച്ചേ പറ്റൂ, അവരുടെ ജീവൻ രക്ഷിക്കേണ്ട ആവശ്യമാണ്, അവിടെ എത്തിച്ചേ പറ്റൂ. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞ് ഡോക്ടർ കുഴപ്പമില്ല, 2 ദിവസം കഴിഞ്ഞ് പോകാൻ, 2 ദിവസം കൂടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടക്കട്ടെ. അവിടെ ബില്ല് പേ ചെയ്യുന്ന സമയത്ത് നമ്മൾ പോയാൽ നമ്മുടെ അനിയത്തിനും അല്ലെങ്കിൽ ബ്രദറിനും അവിടെ ഏൽപ്പിക്കാം, അല്ലെങ്കിൽ ഭാര്യനെ ഏൽപ്പിക്കാം, മക്കളെ ഏൽപ്പിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് പോവാം. നമ്മുടെ പ്രസന്റേഷൻ പ്ലാനിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം നിങ്ങളെ പ്ലാൻ കാണിക്കാൻ പോകുന്ന വ്യക്തിയായിരിക്കും നിങ്ങളുടെ DUCD ആദ്യത്തെ നിങ്ങളുടെ ടീമിലെ. അതേമാതിരിക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ കൊണ്ടുവരുന്ന വ്യക്തി. അപ്പോൾ ഒരാളെയും നമ്മൾ ഈ പ്ലാനിൻ്റെ അകത്ത് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുക, അർജൻസി കൊടുക്കുക. പ്ലാൻ കാണിക്കാൻ പോകുന്നതിൽ അർജൻസി കൊടുക്കുക. അർജൻസിക്കുള്ള നമ്മുടെ സാറന്മാർ SP സാറൊക്കെ പറഞ്ഞൊരു കഥയുണ്ട്, ആ കഥ ഞാൻ പറഞ്ഞുതരാം. അത് നമുക്ക് അത്യാവശ്യം എമർജൻസി ആയിട്ട് ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ മുട്ടിരിക്കാം. മനോജ് സാറൊക്കെ എപ്പോഴും ചെയ്യുന്ന ഇതിൽ പറഞ്ഞേക്കാം, ടോയ്ലറ്റിൽ പോകാൻ മുട്ടിരിക്കാം. പക്ഷെ നമ്മുടെ പാൻറ്റിന്റെ ബട്ടൺ ഊരാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഒരു സെക്കൻഡ് പോലും വെയിറ്റ് ചെയ്യാൻ സമയമില്ല, പാൻറ്റിന്റെ ബട്ടൺ ഊരാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യും? പിടിച്ച് പറിക്കലല്ല, കത്രിക വെച്ച് മുറിക്കലല്ല, പാൻറ് ഒന്നും നോക്കൂലല്ല, ഒരു രക്ഷയില്ല. എമർജൻസിയാണ് അല്ലെ? അത് നമുക്ക് ഒന്നുകിൽ പാൻറ് പറിച്ച് കീറി നമ്മൾ ചെയ്യുന്നുണ്ടോ, കാര്യം ചെയ്യുന്നുണ്ടോ? വേറൊരു കാര്യം പറയാം. നമ്മൾ റോഡിലൂടെ നടന്നു പോകുന്നത് പട്ടി ഓടിക്കാൻ വരികയാണ്. പട്ടി ഓടിക്കാൻ വരുന്ന സമയത്ത് നമ്മൾ സ്ലോയിലാണോ നടക്കുക, ഏത് സ്പീഡിലാണ് നടക്കുക? ഓടിപ്പോകുന്ന സമയത്ത് വലിയൊരു മതിലാണ്, വേറെ വഴിയില്ല, മതിൽ കിടക്കുക, വലിയ ഹൈറ്റുള്ള മതിലാണ്. ആ മതിൽ ഒരിക്കലും നമുക്ക് ചാടിക്കിടക്കാൻ സാധിക്കാത്ത മതിലാണ്. പക്ഷെ ഈ പട്ടി കടിക്കാൻ വരുന്ന സമയത്ത് ഒരു രക്ഷയില്ലാതെ നമ്മൾ ആ മതിൽ എങ്ങനെയെങ്കിലും അറിയാതെ സ്പീഡിൽ ചാടിപ്പോയിട്ടുണ്ടാവും. പക്ഷെ അതിനു മുന്നേ ആ പട്ടിയൊന്നും അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ മതിൽ ചിലപ്പോൾ ചാടി കിടക്കാൻ സാധിക്കുന്നുമില്ല. പക്ഷെ ആ പട്ടിയുടെ കടി കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ 100% ആ മതിൽ ചാടി കിടന്നിട്ടുണ്ടാവും. അമ്മാതിരി സ്പീഡിലായിരിക്കും നിങ്ങൾ ഓടുന്നുണ്ടാവുക അല്ലേ? അപ്പൊ അത്രത്തോളം അർജൻസി നമ്മൾ ഇതിനെ ക്രിയേഷൻ ചെയ്യണം. അർജൻസി എന്ന് പറഞ്ഞാൽ വളരെ അർജൻസി നിങ്ങൾ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ ഒരു 5% വിജയിക്കുന്ന ആൾക്കാരെ ഞാൻ പറഞ്ഞില്ല, ഒരു 5% ആൾക്കാർ മാത്രമേ ഈ മേഖലയിൽ വിജയിക്കത്തുള്ളൂ. ഈ ടൈപ്പുള്ള ആൾക്കാർ മാത്രമേ വിജയിക്കത്തുള്ളൂ. ബാക്കിയുള്ള പല ആൾക്കാരും നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതിൽ പല ആൾക്കാരും എക്സ്ക്യൂസസ് മാത്രം എന്നോട് പറയുന്ന ആൾക്കാർ. ഞാൻ പല ആൾക്കാർ പേര് എഴുതി വെക്കും. ഇന്നലെ ഞാൻ 30 പേരെ പേര് എഴുതിയിട്ട് ഇവിടെ നിന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ആ 30 പേർക്ക് ഒരു മെസ്സേജ് അയക്കും, സാറേ മക്കളെ എക്സാം ആണ്, ഇനി 3 മാസത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. 3ാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞിന്റെ എക്സാം ആയതുകൊണ്ട് 3 മാസത്തേക്ക് അമ്മക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇന്നത്തെ പഠിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? മക്കളുടെ എക്സാം ആയതിന് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുമോ? എന്താ ചെയ്യാൻ പറ്റുമോ? മക്കളുടെ എക്സാമിന് വേണ്ടിയിട്ട് ഈ ബിസിനസ് ഒഴിവാക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. 3 മാസത്തേക്ക് ബിസിനസ് മാറ്റി വെക്കുന്ന ആൾക്കാരുണ്ട്. ഒരു ട്യൂഷൻ പറഞ്ഞു വിട്ടാൽ പോരെ? 1000 രൂപ അല്ല 500 രൂപ ഫീസ് കൊടുത്ത്, അല്ല 1000 രൂപ ഫീസ് കൊടുത്ത് അവർ ട്യൂഷൻ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ആ ടീച്ചർക്ക് അറിയാം ഇവർക്ക് എന്തൊക്കെ പഠിപ്പിക്കണമെന്നുണ്ട്. നമ്മൾ പഠിച്ച അതല്ല ഇന്ന് ആ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതെല്ലാം മാറിയിരിക്കാം. നിങ്ങൾ അവിടെ നിന്ന് പഠിക്കുന്നു പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. നമ്മൾ പറഞ്ഞാൽ നമ്മുടെ മക്കൾ കേൾക്കത്തില്ല. നമ്മൾ പറയുമ്പോൾ അവർക്ക് വിശപ്പ് കൂടും, ഉറക്കം വരും. ശരിയല്ലേ? നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ നോക്കി അവർക്ക് വിശപ്പുണ്ടാവും, പഠിപ്പിച്ചുകൊണ്ടിരിക്കും, വിശപ്പ് വരും, ഉറക്കം വരും. നിങ്ങൾ അതിന് ഏറ്റവും നല്ല കുറച്ച് ഒരു 500 രൂപ 1000 രൂപ ഫീസ്, 2000 രൂപ 3000 കൊടുത്ത് ഫീസ് കൊടുത്ത് അവർ ട്യൂഷൻ പറഞ്ഞയക്കുക. അവർ നന്നായി പഠിച്ചോളൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റൂ. നിങ്ങൾ ആ മക്കളെ പഠിക്കുന്നു പറഞ്ഞിട്ട് വെറുതെ സമയമുണ്ടോ? ഇനി ഓക്കെ, നിങ്ങൾ പഠിപ്പിച്ചു, വെസ്റ്റേജ് ബിസിനസ് മാറ്റി വെച്ചിട്ട് പഠിപ്പിച്ചു. ഇപ്പൊ അൻസാർഭായും രാജിച്ചേട്ടനും ഉദാഹരണം പറയാം. അനീഫും രാജിച്ചേട്ടനും ബിസിനസ്സിൽ വന്നിരിക്കുകയാണ്. രാജിച്ചേട്ടൻ ഇപ്പം റിട്ടയർമെന്റ് ആയിട്ട് ഫയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന വ്യക്തി. അദ്ദേഹത്തിന് അവിടെ നിന്ന് മാറിയിട്ട് വേണം വെസ്റ്റേജ് സീരിയസ് ഫോക്കസ് ആയിട്ട്. അനീഷ് ഭായും ബിസിനസ് വന്നിരിക്കുകയാണ്. അനീഷ് ഭായിയുടെ ഒരു മക്കൾക്ക് വേണ്ടി, മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി അനീഷ് ഭായി നാളെ അടുത്ത FRE വരാൻ, ഫെബ്രുവരി മാസം FRE ഫംഗ്ഷൻ വരുവാണ്. അനീഷ് ഭായിയോട് ഞാൻ പറയും, അനീഷ് ഭായി നമുക്ക് ഫെബ്രുവരി മാസം FRE പങ്കെടുക്കണ്ടേ? ഇല്ല സാർ, ആ സമയത്ത് മക്കളുടെ എക്സാം ആണ്, അതുകൊണ്ട് ഞാൻ എന്തായാലും വരില്ല. രാജിച്ചേട്ടൻ വിളിക്കുമ്പോൾ രാജിച്ചേട്ടൻ ഞാൻ എന്തായാലും FRE പങ്കെടുക്കും സാറേ, ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പൊ രാജിച്ചേട്ടൻ FRE പങ്കെടുത്തു, അനീഷ് ഭായി മക്കളെ പഠിപ്പിക്കാൻ നിന്നു. ഈ മക്കൾ പഠിച്ച് നല്ല മാർക്കും വാങ്ങിച്ച് UK അല്ലെങ്കിൽ ദുബായിലോ എവിടെയോ ജോലിക്ക് പോയി. അവർ കല്യാണം കഴിഞ്ഞ് അവരുടെ കൂടെ അങ്ങ് പോയി. പിന്നെ വല്ലപ്പോഴും ഒരു കൊല്ലം കൂടെ ലീവിന് വരുന്നുണ്ട്.
വന്നാലോ നമ്മളെ കാണാൻ സമയം ഉണ്ടാവില്ല. ഒരു 5000 10,000 നമ്മളായിട്ട് അവർ വൈഫും മക്കളായിട്ട് കറങ്ങിത്തരാം. എന്നിട്ടാവും നമ്മൾ ചെയ്യും ഈ അച്ഛൻ നമുക്ക് കൊണ്ട് എന്താ ചെയ്തേ. രാജചേട്ടനോ ഈ ഫംഗ്ഷൻ എല്ലാം അറ്റൻഡ് ചെയ്ത് ഈ ബിസിനസ്സിലൂടെ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കി മക്കളെ വിദേശത്ത് അയക്കാതെ കൂടെ നിർത്തി. നമുക്ക് ആ സമയത്തായിരിക്കും നമുക്ക് വിഷമം വരിക. ഈ ഇത്രയും കഷ്ടപ്പെട്ട് മക്കളെ പഠിപ്പിച്ച് അവരെ വിദേശത്ത് അയച്ച് നമുക്ക് കൂടെ ഒരു ഗ്ലാസ് വെള്ളം കോരിത്തരാൻ പോലും ആളില്ലാതെ നിൽക്കേണ്ട അവസ്ഥയിലും ഇവിടെ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് മക്കളെ പഠിപ്പിക്കാനല്ല, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരുടെ മക്കളുടെ ഫീസ് കൊടുക്കുക, അവർക്ക് അതിനുള്ള സംവിധാനങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അങ്ങനെ പ്രയോറിറ്റി ഈ ബിസിനസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു മക്കളും കുറ്റം പറയത്തില്ല. എത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് എത്ര നോക്കിക്കഴിഞ്ഞാൽ അവർ പറയും നിങ്ങളുടെ കടമയില്ലേ പറയും. നമ്മളെ നോക്കണം, നമ്മളെ പഠിപ്പിക്കണം, നമ്മളെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്നത് അത് അച്ഛനമ്മമാരുടെ കടമയാണ്, സത്യമാണ്. അത് നമുക്ക് ചെയ്താൽ പോരെ. അതിന് ഈ ബിസിനസ്സിന് പ്രയോറിറ്റി കൊടുത്ത് അതിനുള്ള വകുപ്പുകൾ അതിന് സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കി വെക്കണം. ട്യൂഷൻ അയക്കുക, മക്കളെ ട്യൂഷൻ അയപ്പിക്കുക. കല്യാണത്തിന് തൊട്ടടുത്ത വീട്ടിലൊരു കല്യാണമുണ്ട്, അടുത്ത ആഴ്ച ഒരു മീറ്റിംഗ് ആണ്. വിനോദ് സാറ് പറയുന്നത് ശനിയാഴ്ച കണ്ണവരം CEO ആണ്. അദ്ദേഹത്തിന് ഡൗൺലൈൻസ് എല്ലാവരും അദ്ദേഹം വിളിച്ച് പറയും, എല്ലാവരും വരാമെന്ന് പറയും. ആ പ്രോഗ്രാമിന് സമയമാകുമ്പോൾ വിളിക്കത്തില്ല, എടുക്കത്തില്ല, ഫോൺ എടുക്കത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് വന്ന ശേഷം എന്താ വിളിക്കാൻ, തൊട്ടടുത്ത ഒരാൾ മരിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ആ ബോഡി വരേണ്ട സമയം അങ്ങോട്ട് പോയി. അല്ലെങ്കിൽ ഒരു കല്യാണം വന്നു, കല്യാണത്തിന് പോകേണ്ടി വന്നു. അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ്, വേറെ ഏതെങ്കിലും മരം പൊട്ടി വീണു, അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെയുള്ള പല എക്സ്ക്യൂസും പറഞ്ഞ് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നില്ല. നിങ്ങൾ ദയവ് ചെയ്ത് ഞാൻ പറയാണ്, ഒരു ഫംഗ്ഷൻ എവിടെയും ഉണ്ടെങ്കിൽ ഒരു ശതമാനെങ്കിലും നിങ്ങൾക്ക് മാറ്റി വെക്കാൻ സാധിക്കുവാണെങ്കിൽ അത് പോയേ പറ്റും. നിങ്ങൾ പ്രയോറിറ്റി മാറ്റിയിട്ട് തൊട്ടടുത്ത വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ മക്കളെ പറഞ്ഞയക്കുക, അല്ലെങ്കിൽ വൈഫിനെ പറഞ്ഞയക്കുക, വെറുതെ ഒരു മുഖം കാണിച്ചു അതിലൂടെ കയറി ഇറങ്ങി പോവുക, അത്ര മാത്രം ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ. കല്യാണമൊക്കെ പിന്നെ ഒരുപാട് കല്യാണം, ഒരുപാട് ഓണം നമ്മൾ കഴിച്ചതാണ്. അത് മാറ്റി വെച്ച് നിങ്ങൾ വെസ്റ്റീജിന്റെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ 100% വിജയിക്കാൻ സാധിക്കുന്നുണ്ട്. സമയമായല്ലേ? ഓക്കെ, ഞാൻ കുറച്ച് സ്പീഡാക്കാം. ഞാൻ സ്ലൈഡ് ഇല്ലാതെ പെട്ടെന്ന് തീരുന്നു വെച്ചാണ്. രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം നോ ഡിപ്പെൻഡൻസി. ഞാൻ സ്ലൈഡ് ഓഫ് ആക്കാം, സ്ലൈഡ് കറക്റ്റായി കിട്ടുന്നില്ല. ഓക്കെ, നോ ഡിപ്പെൻഡൻസി. നോ ഡിപ്പെൻഡൻസി പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ബിസിനസ് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജോയിൻ ചെയ്ത് അപ്ലൈനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കില്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞു തരുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക. ഒരു വർഷമായിട്ടും പ്രൊഡക്റ്റിന്റെ പ്രൈസ് പറയുന്ന അപ്ലൈൻ, പ്രൊഡക്റ്റിന്റെ പിക്ചർ അയച്ചു തരാൻ പറയുന്ന അപ്ലൈൻ, അപ്ലിക്കേഷൻ സാറേ ഇതിന്റെ പ്രൈസ് എന്ന് പറയാവോ, സാറേ ഇതിന്റെ ഒരു പിക്ചർ അയച്ചു തരാമോ, സ്റ്റാറ്റസ്. ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരെ ഞങ്ങൾ ഒരു വർഷമായി അപ്ലിക്കേഷൻ ഓണാക്കാൻ അറിയിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ വിഷമമായി അദ്ദേഹം ബിസിനസ് സ്റ്റോപ്പ് ചെയ്ത് പോവാണ്. നിങ്ങൾക്ക് ഇതുവരെ അപ്ലിക്കേഷൻ ഓണാക്കാൻ അറിയില്ലേ, അത് ഇൻസൾട്ടായി തോന്നുന്നു ആൾക്കാർ. അപ്പം ഞാൻ അതുകൊണ്ട് അങ്ങനെ പറയാറില്ല. കാരണം എനിക്കൊരു ബിസിനസ്, ഒരു ഡിസ്ട്രിബ്യൂട്ടർ നഷ്ടപ്പെടാൻ താല്പര്യമാണ്, ഞാനത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും. കാരണം കുറച്ച് സമയം ഞാൻ എക്സ്ട്രാ പണിയെടുത്താൽ ഭക്ഷണം കഴിക്കേണ്ട സമയം കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. ഞാനൊന്ന് ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്ന സമയത്ത് എനിക്കൊരു ഫോൺ വരും, സാറേ ആ അഗ്രികൾച്ചർ പ്രൊഡക്റ്റിന്റെ വീഡിയോ ഇല്ല അന്ന് ഗ്രൂപ്പിലുണ്ട്, അതൊന്ന് അയച്ചുതരാവും. അവരെ മൊബൈലിൽ ആ വീഡിയോ വന്നിട്ടുണ്ട്, എൻ്റെ മൊബൈലിൽ ആ വീഡിയോ വന്നിട്ടുണ്ട്. അവരത് ഡിലീറ്റ് ആക്കി മൊബൈൽ ക്ലിയർ ആക്കി വെച്ച് ഞാനിത് വേറെ ആൾക്ക് നിന്ന് വാങ്ങിച്ച് അവർക്ക് അയച്ചു കൊടുക്കണം. ഇതാണ് അവസ്ഥ. ഇത് നിങ്ങൾക്കിത് സ്റ്റാർ ചെയ്ത് വെച്ച് ബാക്കിയെല്ലാം ക്ലിയർ ചാറ്റ് ചെയ്ത് അതാണ് കിടക്കും. ഇമ്പോർട്ടൻസ് ആയ കാര്യം അവിടെ സ്റ്റാർ ചെയ്ത് വെച്ച് കിട്ടും. അപ്ലൈനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒന്നും നമുക്ക് സമയമില്ല, ഒന്നും ചെയ്യാൻ സമയം, എല്ലാം അപ്ലൈൻ ചെയ്ത് തരട്ടെ എന്ന രീതിയിൽ ആൾക്കാർ അപ്ലൈനെ ലീഡർമാരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ. നിങ്ങൾ ആദ്യം വരുമ്പോൾ ഡിപ്പെൻഡ് ചെയ്യണം, കാരണം നിങ്ങൾക്ക് ഒന്നിനെ കുറിച്ചും അറിയത്തില്ല. ആദ്യ സമയത്ത് നിങ്ങൾ അപ്ലൈനെ ഡിപ്പെൻഡ് ചെയ്യണം, നിങ്ങൾ ലീഡർമാരെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റൂ. പക്ഷേ ആ സമയത്ത് ഒരു പ്രാവശ്യം നിങ്ങളുടെ താഴെ 8% അദ്ദേഹത്തിന് പോസ്റ്റ് ഇട്ടു, 8% പോസ്റ്റർ ആക്കി ഇട്ടു. അടുത്ത പ്രാവശ്യം പോസ്റ്റർ ഉണ്ടാകും, സാറേ ഇതാ ഇയാൾ 8% ഫോട്ടോ അയച്ചു തരാം. സാറേ എങ്ങനെ ഈ പോസ്റ്റർ ഉണ്ടാക്കുന്നത് ഒന്ന് പഠിപ്പിച്ചു തരാമോ? ഞാൻ നിങ്ങളെ പോസ്റ്റ് ആക്കാൻ പഠിപ്പിച്ച് ശരിയല്ലോ, ഞാൻ ലീഡറല്ലേ, എനിക്ക് വേണം ആ ക്രെഡിറ്റ്, ഞാൻ ഒരിക്കലും പറയത്തില്ല. അതെങ്ങനെ പോസ്റ്റർ ഉണ്ടാക്കണം ഞങ്ങൾ പറഞ്ഞുതരും. നിങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങൾ താഴെ ഒരു ക്വാളിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആ പോസ്റ്റർ ഞാൻ ഉണ്ടാക്കണം ചോദിക്കുക, ഞാൻ ചെയ്തോളാം സാറേ. ഈ സാർ എങ്ങനെ പോസ്റ്റർ, ഇത്രയും പോസ്റ്റർ സാറുണ്ട്, ഇന്ന് കാണുന്ന എല്ലാ പോസ്റ്ററും ഞാൻ തന്നെ ഉണ്ടാക്കുക കഷ്ടപ്പെട്ടിട്ട്. ഒരാളുടെ മണി പറയാനില്ല, ഒരാളും ചോദിക്കാറില്ല സാർ എങ്ങനെ പോസ്റ്റർ ഉണ്ടാക്കുന്നത്, എനിക്കറിയത്തില്ലല്ലോ. എനിക്കും അറിയത്തില്ല, ഞാൻ പഠിച്ചെടുത്തതാണ്. നിങ്ങളുടെ
ഒരു കാര്യം രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾ അപ്ലൈനോട് സഹായം ചോദിക്കാം. മൂന്നാമത്തെ പ്രാവശ്യം നിങ്ങൾ ചെയ്യുക. പ്രൊഡക്റ്റ് എങ്ങനെ കാർട്ടാക്കാം, ഇതിന്റെ പ്രൈസ് എങ്ങനെ നോക്കാം, എങ്ങനെയാണ് ഒരു ബ്രാഞ്ച് ഇന്ന സ്ഥലത്ത് ODCC ഉണ്ടോ അല്ലെ DLCP ഉണ്ടോ, ബ്രാഞ്ച് ആ നമ്പർ എവിടെ നിന്ന് കിട്ടാം. ഒരു പ്രാവശ്യം ഗ്രൂപ്പിൽ ചോദിക്കുന്ന ആരെയും ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഒരാൾ ജാൻസി സജു ദിലീപേട്ടൻ ചോദിക്കുകയാണ് പെരുമ്പാവൂർ ഷോപ്പ് ഉണ്ടോ വെസ്റ്റിജിന്റെ. അപ്പൊ ആരും ഗ്രൂപ്പിൽ പെരുമ്പാവൂർ ഷോപ്പിൽ നമ്പർ ഇടും. അപ്പൊ നമ്മൾ ചിന്തിക്കുമല്ലോ എനിക്ക് പെരുമ്പാവൂർ ആരും ഇല്ലല്ലോ, അപ്പൊ ഞാൻ ആ നമ്പർ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത മാസം പെരുമ്പാവൂർ നിങ്ങളൊരാൾ ജോയിൻ ചെയ്യാൻ ചിന്തിക്കുന്നില്ല, അദ്ദേഹത്തിന് ആ നമ്പർ കൊടുക്കേണ്ടി വരും ചിന്തിക്കുന്നില്ല, ആ നമ്പർ സേവ് ചെയ്തിട്ടൂടെ. ഇപ്പോഴും ആൾക്കാർ അവിടെ കണ്ണൂർ ഷോപ്പുണ്ടോ എന്ന് ഒരു വ്യക്തി, ഈ ഗ്രൂപ്പിൽ തന്നെ ഒരു വ്യക്തി 30 പ്രാവശ്യം ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഗ്രൂപ്പിൽ കണ്ണൂർ DLCP എത്ര ഉണ്ട്, ഒരാളെന്നെ 3 പ്രാവശ്യം ചോദിക്കുന്നത് 30 പ്രാവശ്യം ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ നമ്പർ സേവ് ചെയ്തിട്ടില്ല, കണ്ണൂർ എത്ര ഷോപ്പുണ്ടെന്ന് അറിയത്തില്ല, ഇതൊരു ഐഡിയ. നിങ്ങൾ ഒരു കാര്യം മെസ്സേജ് പ്രൊഡക്റ്റ് ഗ്രൂപ്പിൽ എവിടെയെങ്കിലും ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ ഒന്നിക്ക് അതിനെ സ്റ്റാർ ചെയ്ത് ഡിലീറ്റ് ക്ലിയർ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും അത് പോകത്തില്ല, അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ എഴുതി വെക്കുക, DLCP നമ്പർ സേവ് ചെയ്ത് നോക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് നാളെ നിങ്ങൾ ഡൗൺലൈൻസിൽ കൊടുക്കേണ്ടതാണ്. ഒരു ഡൗൺലൈൻസ് വന്ന് ചോദിക്കുന്ന സമയത്ത് ഇതെല്ലാം സാറിനോട് ചോദിക്കാം. സാറിന് നിങ്ങൾ ആലോചിക്കുക, ഈ 3 ആൾക്കാരെല്ലാം എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ ബിസിനസ് ചെയ്യും. എന്നെ യൂസ് ചെയ്യേണ്ടത് നിങ്ങൾ മെന്ററായിട്ട് യൂസ് ചെയ്യുക. നിങ്ങളുടെ വരുമാനം എങ്ങനെ സ്ട്രക്ചർ ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങൾ യൂസ് ചെയ്യുക. എവിടെ നമുക്ക് വർക്ക് ചെയ്താണ് സാറ് വരുമാനം കൂട്ടിയെടുക്കാൻ പറ്റും. ഞാൻ ഇപ്പോഴും എഴുതി വെച്ചുകൊണ്ടിരിക്കുക ഒരു വ്യക്തിയുടെ വരുമാനം എങ്ങനെ കൂട്ടാൻ പറ്റുന്നുള്ളൂ. അതൊക്കെ കാൽക്കുലേഷൻ ചെയ്ത് പഠിപ്പിച്ചാൽ എനിക്ക് സമയം കിട്ടും. ഇന്ന് KYC ചെയ്യാൻ, ബാങ്ക് ഡീറ്റെയിൽ അപ്ഡേഷൻ, പാൻ കാർഡ് അപ്ഡേഷൻ ചെയ്യാൻ, മെയിൽ അയക്കാൻ, പ്രൊഡക്റ്റ് കിട്ടിയിട്ടെങ്കിൽ കാർട്ടാക്കി കൊടുക്കാൻ, ബില്ലടിച്ചു കൊടുക്കും, ഇതെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ബാക്കി എല്ലാവർക്കും സമയമില്ല, അറിയത്തില്ല, അവരുടെ മൊബൈലിൽ ഇത് ബില്ലടിക്കാനേ പറ്റത്തില്ല, ഷോപ്പിലെ നമ്പർ സേവ് ചെയ്യാൻ പറ്റത്തില്ല. ഈ എല്ലാം എന്നെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൊഡക്റ്റിനെ കുറിച്ച് നോളജ് വന്നാൽ നേരെ വിനോദ് സാറിൻ്റെ അടുത്തേക്ക് പോകും. ഷുഗറിന് എന്ത് സപ്ലിമെന്റ്? നീം ഗ്ലൂക്കോ ഹെൽത്ത് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നീം ഗ്ലൂക്കോ ഹെൽത്ത് ഷുഗറിന് കൊടുക്കാറില്ല. അതെന്തിനാണ് അതെന്നെ കൊടുക്കേണ്ടത് നമുക്കറിയാം. വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് ചോദിക്കാൻ മതി നമുക്കുണ്ടോ? ഇത് വിനോദ് സാറിന് ചോദിക്കും, സാറേ ഷുഗർ എന്താ കൊടുക്കണ്ടേ? അപ്പോൾ വിനോദ് സാർ ചോദിക്കും എന്താണ് അവർക്ക് വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ ചോദിക്കും. അത് നിങ്ങൾ അങ്ങോട്ട് ചോദിക്കും. ഇത് നമുക്കറിയാം, എന്നാലും നമ്മൾ ഇത് കൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കും. ഷുഗറിന് നീം ഗ്ലൂക്കോ ഹെൽത്ത് നമുക്കറിയാം, അത് കൊടുക്കാൻ നമുക്ക് എഴുതി വെക്കാം. അതിൻ്റെ കൂടെ വിനോദ് സാർ അവരോട് വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് പറഞ്ഞിട്ടുണ്ട് അത് എഴുതി വെക്കാം. എന്തിനാണെങ്കിൽ വേറെ പ്രൊഡക്റ്റ് പറഞ്ഞ് അതുകൂടെ എഴുതി വെക്കാം. രണ്ടാമത് ആ കാര്യത്തിന് ചോദിക്കേണ്ടി വരത്തില്ല. അദ്ദേഹത്തിന് ഫ്രീ ആവാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷൻ മാത്രമല്ല അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നത്, എൻ്റെ മറ്റുള്ള എല്ലാ ടീമിലും അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിനൊന്ന് ഫ്രീ ആവാൻ അവിടെ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയി മാറാൻ ശ്രമിക്കുക. എപ്പോഴും ഡിപ്പെൻഡ് ആയി നിൽക്കുക. ആദ്യം കുറച്ച് കാലം ഡിപ്പെൻഡ് ആയിക്കട്ടെ, അതിനുശേഷം ഇൻഡിപെൻഡൻ്റ് ആയി മാറാൻ ശ്രമിക്കുക. ഇന്ന് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടോ അപ്ലൈനോട് ചോദിച്ചാൽ ചെയ്തെങ്കിൽ ഇത് എങ്ങനെ പർച്ചേസ് ചെയ്യുന്നത് അതിൻ്റെ വീഡിയോസ് ഉണ്ടോ? ഒരു പ്രാവശ്യം മിസ്റ്റേക്സ് വരുവാനും കുഴപ്പമില്ല. ഒരു പ്രാവശ്യം കൊറിയർ ചാർജ് കൊടുത്ത് ഒരു 2 പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് കൊറിയർ ചാർജ് കൊടുത്ത് പർച്ചേസ് ചെയ്ത് നോക്കൂ. അത് തെറ്റാതെ നമ്മൾ ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ നമുക്കത് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ നമ്മുടെ കൂടെ വന്ന വ്യക്തി വിജയിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടാവും. കൂടെ വന്ന വ്യക്തിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ സാധിക്കും. എല്ലാ കാര്യവും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ പഠിക്കുക. പർച്ചേസിങ് ആയിക്കോട്ടെ, ID ക്രിയേഷൻ ആയിക്കോട്ടെ, KYC ആയിക്കോട്ടെ, ബാങ്ക് ഡീറ്റെയിൽ അപ്ഡേഷൻ ആയിക്കോട്ടെ. ഒരു വ്യക്തി വന്നാൽ എങ്ങനെ അദ്ദേഹത്തിന് ജോയിൻ ചെയ്യും, ഇതെല്ലാം നിങ്ങൾ പ്ലാൻ പ്രസന്റേഷൻ പഠിക്കണം, MC ചെയ്യാൻ പഠിക്കണം, ഇതുപോലത്തെ സെഷൻ ചെയ്യാൻ പഠിക്കണം. എല്ലാം നിങ്ങൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് നല്ല രീതിയിൽ സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ 13 എസെൻഷ്യലിലെ ആദ്യത്തെ 3 ഭാഗമാണ് ഞാനിപ്പോൾ ഇവിടെ കവർ ചെയ്തിരിക്കുന്നത്. 13 ഭാഗങ്ങളുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ ചെയ്തു തരാം. ഞാൻ ആക്ച്വലി പ്രിപ്പയർ ചെയ്യാതെ ചെയ്തതാണ്ട് കുറച്ചൊക്കെ ഓക്കെ ആയിട്ടെന്ന് വിശ്വസിക്കുന്നു. സ്ലൈഡ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയതാണ് സ്ലൈഡ്, പക്ഷെ അത് കംപ്ലീറ്റ് എടുക്കാൻ പറ്റിയില്ല, സ്ക്രീൻഷോട്ട് എടുത്ത് പറ്റിയില്ല. എനിവേ തൽക്കാലം എൻ്റെ സെഷൻ ഞാൻ ഇന്ന് വൈൻഡപ്പ് ചെയ്യാൻ ബാക്ക് ടു വിനോദ് സാർ. താങ്ക് യു ഷൈ സാർ. വളരെ വ്യക്തമായിട്ട് നമ്മുടെ ആ പ്രയോറിറ്റിയും ഈ ബിസിനസ്സിന് കൊടുക്കേണ്ട മൂല്യം, വാല്യൂ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് SP സാറിന്റെ 13 എസെൻഷ്യൽ സത്ത് അത് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഷായ് സാറിന് പറ്റിയിട്ടുണ്ട്. പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ അറിവിലേക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടും അത് കണക്ട് ചെയ്തുകൊണ്ട് ഷായ് സാറിന്റെ എക്സ്പീരിയൻസ് കണക്ട് ചെയ്തുകൊണ്ടും നമുക്ക് വ്യക്തമായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതിനുള്ള താങ്ക്സ് നോട്ട് ഓൾറെഡി വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഷായ് സാർ പറഞ്ഞ പോലെ 100 പേര് എത്തിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് 100 പേര് ഉണ്ടായിട്ടുണ്ട്. 98 പേരാണ് ശരിക്കും വന്നത്. ബാക്കി നെറ്റ് ഇഷ്യൂ കൊണ്ട് ചില ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും എല്ലാവരും എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അറിവുകൾ നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ. നല്ലൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. വിഷ് യു വെൽത്ത്.